السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك ونبيك محمد صلى الله عليه وسلم كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഈ മഹനീയ സദസ്സിനെ ധന്യമാക്കി വേദിയിലിരിക്കുന്ന ആദരണീയരായ ഇസ്ഹാഖ് ദാരിമി ഉസ്താദ് അവറുകളെ, ബഹുമാന്യരായ ഉമർ ഹാജി സാഹിബ് അവറുകളെ, അപ്രകാരം വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ സുഹൃത്ത് മൂസ വാഫി അവറുകളെ, അബ്ദുൽ ലത്തീഫ് വാഫി അവറുകളെ, ഷിയാസ് അലി വാഫി അവറുകളെ, വേദിയിലെ എല്ലാവരെയും പേര് ശിഹാബ് ഉസ്താദ് അവറുകളെ, അപ്രകാരം നമുക്ക് സ്വാഗത ഭാഷണം ഓതിയ റജീബ് വാഫി, ഈ സദസ്സിനെ ധന്യമാക്കി ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വാഫി സുഹൃത്തുക്കളെ, കൊച്ചനിയന്മാരെ, അപ്പുറത്ത് മറയുടെ പിറകിലിരിക്കുന്ന ആദരണീയരായ ഉമ്മമാരെ, സഹോദരിമാരെ, ഒരു നട്ടുച്ച നേരത്ത് ഇപ്രകാരമുള്ള ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലാവസ്ഥയിൽ പ്രത്യേകിച്ചും ഒരു സാഹസമാണ്. എന്നിട്ടും കുറെ പേരൊക്കെ എത്തി എന്നത് വലിയ കൗതുകമായി തോന്നുകയും അത് അവരുടെയൊക്കെ ദീനീബോധമായി വിലമതിക്കുകയും ചെയ്യുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാര് വന്നതായി കാണുന്നു, കുറേയൊക്കെ ഉപ്പമാരുമുണ്ട്. ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത് രക്ഷകർതൃത്വത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത്, പരിപാലിക്കേണ്ടത്, പരിചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്. 2 മണിക്ക് തുടങ്ങാമെന്നായിരുന്നു നമ്മൾ ആശിച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ സമയം 3 കഴിഞ്ഞു. 4 മണിക്ക് നിർബന്ധമായിട്ടും എനിക്ക് നിർത്തേണ്ടതുണ്ട്. അതുകൊണ്ട് അതുവരെയുള്ള ആ ഒരു കുറഞ്ഞ സമയത്ത് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കുന്നു. അള്ളാഹു അത് ഫലപ്രദമാക്കി തരുമാറാവട്ടെ. പരിശുദ്ധമായ ദീനിന്റെ പേരിൽ ഒരുമിച്ച് കൂടിയ ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുകയും ഇതിന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ധന്യത വരുത്തുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു ഖുർറത്തുഅയ്നായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഭാര്യ ഗർഭിണിയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റിയ വാക്ക് എന്താണ് എന്ന്. ഒരുപക്ഷെ ഇന്നത്തെ ഈ സദസ്സിൽ ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളതും ആ ഒരു കാര്യമാണ്. മക്കൾ നന്നാവത്തക്ക വിധത്തിലുള്ള ഒരു പ്രാർത്ഥന നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെന്താണ് എനിക്ക് പറഞ്ഞു തരാനുള്ള ഉപദേശം എന്ന് ചോദിക്കുമ്പോൾ, എന്റെ കുട്ടിക്ക് നല്ല ബുദ്ധി വേണേ, എന്റെ കുട്ടിക്ക് നല്ല ആരോഗ്യം വേണേ, എന്റെ കുട്ടി നല്ല ചുറുചുറുക്കുള്ളയാളാവണേ, അങ്ങനെ പല ആശകളാണ് രക്ഷിതാക്കൾക്കുണ്ടാവാറുള്ളത്. ഇതെല്ലാം കൂടി വരിവരിയായിട്ട് പ്രാർത്ഥിക്കണോ, അത് വേറെ ഇതിനെല്ലാം കൂടി ഉൾക്കൊള്ളിക്കാവുന്ന ഒരു ഒറ്റവാക്കുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ ഉത്തരവും മക്കൾ നന്നാവാൻ രക്ഷിതാക്കൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യവും ഒന്നാണ്. അതെന്താ എന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. രക്ഷിതാക്കൾക്ക് മക്കളുടെ കാര്യത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു പരിപാലനത്തിന്റെ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ മക്കൾക്ക് വേണ്ടി ഇടനെഞ്ച് പൊട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണ്. അള്ളാഹുവാണ് മനുഷ്യനെ നന്നാക്കുന്നതും മനുഷ്യന്റെ മുന്നിൽ വഴികൾ കാണിച്ചു കൊടുക്കുന്നവനും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6-ാം നൂറ്റാണ്ടിലെ അറബികളെയും പിൽക്കാലത്ത് വന്ന നമ്മളടക്കമുള്ള ആളുകളെയും സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയ പ്രയത്നത്തെക്കുറിച്ച് നമുക്കറിയാം. ആ മുഹമ്മദ് നബിയോട് അള്ളാഹു പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരെയെല്ലാം ഇസ്ലാമിലേക്ക് കൊണ്ടുവരാമെന്ന് നീ വ്യാമോഹിക്കണ്ട, അത് ഞാനാണ് ആളുകൾക്ക് നന്മ കൊടുക്കുന്നവൻ, ഞാനാണ് ആളുകൾക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കുന്നവൻ. മുഹമ്മദ് നബി ഒരു നിമിത്തം മാത്രമാണ്.
ഇവിടെ നമ്മൾ രക്ഷിതാക്കൾ മക്കളുടെ നന്മയുടെ കാര്യത്തിൽ ഒരു നിമിത്തം മാത്രമാണ്. അള്ളാഹുവാണ് അവർക്ക് നന്മയുടെ വഴിയെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അകത്തളത്ത് ഈമാനിന്റെ ശോഭയെ കത്തിച്ചു വെക്കേണ്ടത് എല്ലാം അള്ളാഹുവാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി വളരെ ഗൗരവത്തോടെ കണക്കിലെടുത്ത് നടപ്പിലാക്കേണ്ട കാര്യം അല്ലാഹുമ്മ ഹബ്ലന മിൻ അസ്വാജിന വദുർരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ഞങ്ങളുടെ കണ്ണിന് കുളിർമയായ ഇണകളെ ആക്കി ഞങ്ങളുടെ ഇണകളെ മാറ്റണമേ. അപ്രകാരം ഞങ്ങൾക്ക് തരുന്ന കുഞ്ഞുങ്ങളെയും കണ്ണിന് കുളിർമയുള്ള കുഞ്ഞുങ്ങളാക്കി മാറ്റണമേ എന്ന്. ഏറ്റവും നല്ല പ്രാർത്ഥന ഏതാണെന്ന് ചോദിക്കുമ്പോ എന്റെ മക്കളെ നീ ഖുറത്തു അയ്നാക്കണമേ. അത് അറബിയിൽ അറിയാത്ത ഒരു മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. ഖുറത്തു അയ്ൻ എന്ന വാക്ക് പഠിച്ചു വെക്കുക. ഖുറത്തു അയ്ൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കണ്ണിന് കുളിർമ എന്ന് നമ്മൾ മലയാളത്തിൽ അതിനർത്ഥം പറയുന്നു. ഭാഷാർത്ഥം അത് തന്നെയാണ്. അതിന്റെ അർത്ഥം എല്ലാ അർത്ഥത്തിലും നമുക്ക് സന്തോഷം പകർന്നു തരുന്നയാൾ, അവന്റെ ബുദ്ധിയുടെ കാര്യത്തിൽ, അവന്റെ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അവന്റെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ, അവന്റെ ശരീരപ്രകൃതത്തിന്റെയും ഭംഗിയുടെയും കാര്യത്തിൽ എല്ലാം ഖുറത്തു ഐനായി മാറുന്ന ഒരവസ്ഥ, കണ്ണിന് കുളിർമ. അങ്ങനെ വരുമ്പോ എല്ലാ അർത്ഥത്തിലും നമ്മുടെ കുട്ടി കേമനായ ഒരു കുട്ടിയായി മാറുന്നു. ഖുറത്തു ഐൻ എന്ന ഒറ്റ വാക്ക് മതി ദുആക്ക്. സമ്പൂർണമായ ഒരു ദുആ ആണത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്ന് പറഞ്ഞതൊരു സമ്പൂർണമായ ദുആ ആകുന്ന പോലെ ദുനിയാവിലും ഞങ്ങൾക്ക് നല്ലത്, ആഖിറത്തിലും ഞങ്ങൾക്ക് നല്ലത്. അപ്രകാരം എന്റെ കുഞ്ഞ് കണ്ണിന് കുളിർമയുള്ള കുഞ്ഞാകണമേ എന്ന പ്രാർത്ഥനയാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഈ കൂട്ടത്തിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ പറഞ്ഞത് മക്കളുടെ കാര്യമല്ല, പിന്നെയോ മാതാപിതാക്കളുടെ കാര്യമാണ്, അഥവാ ഇണകളുടെ കാര്യമാണ്. ഇണകൾക്കാണല്ലോ കുഞ്ഞുങ്ങളുണ്ടാവുന്നത്. അപ്പൊ ഹബുലന മിൻ അസ്വാജിന, ഞങ്ങളുടെ ഇണകളെയും നീ ഖുറത്തു ഐനാക്കി മാറ്റണമേ എന്നത്. മക്കളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോ മാതാപിതാക്കൾക്ക് കൊടുക്കാവുന്ന രണ്ടാമത്തെ ഉപദേശം അതാണ്. അതെന്താകുന്നു? നിങ്ങൾ ഭാര്യയും ഭർത്താവും നന്നായി സ്നേഹിച്ച് ജീവിച്ചാൽ മതി, മക്കൾ താനേ നന്നായിക്കോളും. നിങ്ങൾ ഭാര്യയും ഭർത്താവും പരസ്പരം ആദരിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും പരസ്പരം അംഗീകരിക്കുകയും മാനിക്കുകയും ഒക്കെ ചെയ്യുന്ന, സ്നേഹം അങ്ങേയറ്റം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ആ വീട്ടിലുണ്ടാകുന്ന സ്നേഹോഷ്മളമായ അവസ്ഥ അത് നമ്മുടെ മക്കൾക്ക് വളരാൻ നല്ല ഊർജവും പരിപോഷണവും നൽകും എന്ന് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുണ്ട്, 10 വയസ്സോ 15 വയസ്സോ ആയ കുട്ടി, അവനിൽ നിന്നാണ് സാധാരണ രീതിയിൽ മാതാപിതാക്കളെ വിഷമിപ്പിക്കുന്ന ചില പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങുന്നത്, അവൻ വഴിമാറി സഞ്ചരിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താപ്പന്റെ മോൻ ഇങ്ങനെയായി പോയത് എന്ന്. ആ ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരവാദിത്വം മാതാപിതാക്കളിൽ തന്നെയാണ് ഉള്ളത് എന്ന് മക്കളും കൂടെയുള്ള ഈ സദസ്സിൽ പറയുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്. ഒന്നാമത്തെ ഉത്തരവാദിത്വം മാതാപിതാക്കളിൽ തന്നെയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? മനുഷ്യനെ രൂപപ്പെടുത്തുന്നതിൽ അവന്റെ സാഹചര്യത്തിന്റെ പങ്ക് അനിഷേധ്യമാണ്. നമ്മൾ സാധാരണ ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്, എന്താ വെള്ളത്തിന്റെ ആകൃതി എന്ന്. എന്താ വെള്ളത്തിന്റെ ആകൃതി? എന്താ മക്കളെ വെള്ളത്തിന്റെ ആകൃതി? ഞാൻ കുറെ ഒച്ച വെച്ച് എന്റെ സൗണ്ടൊക്കെ പോയിരിക്കും, കുറച്ച് നിങ്ങളും പറഞ്ഞോളി. വെള്ളത്തിന്റെ ആകൃതി എന്താ? നിങ്ങൾ ബാപ്പി വിദ്യാർത്ഥികളാ? അപ്പൊ നിങ്ങൾ ഭയങ്കര മിടുക്കന്മാരായിരിക്കുമല്ലോ. എന്താ വെള്ളത്തിന്റെ ആകൃതി? അറിയില്ല. ആകൃതി ഇല്ല എന്നാ പറഞ്ഞത്. വെള്ളത്തിനൊരു ആകൃതി ഇല്ല എന്നാ പറഞ്ഞത്. അതാണ് ഉത്തരം. ശരി, വെള്ളത്തിനൊരു ആകൃതി ഇല്ല. പക്ഷേ വെള്ളത്തിനൊരു ആകൃതി ഉണ്ട്. എന്താ? കുപ്പിയിലിരിക്കുന്ന വെള്ളത്തിന് കുപ്പിയുടെ ആകൃതിയാണ്, ഗ്ലാസ്സിലിരിക്കുമ്പോ ഗ്ലാസിന്റെ ആകൃതി, താലികയിലായിരിക്കുമ്പോ, പുഴയിലായിരിക്കുമ്പോ, തോട്ടിലായിരിക്കുമ്പോ, കടലിലായിരിക്കുമ്പോ ഒക്കെ വെള്ളത്തിന്റെ ആകൃതി മാറിക്കൊണ്ടേയിരിക്കുന്നു. എവിടെയാണ് വെള്ളം സ്ഥിതി ചെയ്യുന്നത്? അതാണ് വെള്ളത്തിന്റെ ആകൃതി. തൽക്കാലം നമുക്ക് അങ്ങനെ പറയാമല്ലോ. അതേമാതിരി നിങ്ങൾ അത് റെഫ്രിജറേറ്ററിൽ കൊണ്ടുപോയി വെച്ച് നോക്ക്, ഗ്ലാസിന്റെ ആകൃതിയിൽ ഉരുണ്ട് കിട്ടും. പിന്നെ അത് അപ്പൊ അത് ആകൃതിയിലാണ് അപ്പൊ സ്ഥിതി ചെയ്യുന്നത്. എന്താ ഒരു കുഞ്ഞിന്റെ പ്രകൃതം, സ്വഭാവം എന്ന് ചോദിച്ചാൽ അവൻ ഏത് ഗ്ലാസ്സിലാ, അവൻ ഏത് തളികയിലാ വളരുന്നത്, ഏത് വീട്ടിലാ വളരുന്നത്, ഏത് മാതാപിതാക്കളുടെ ശിക്ഷണത്തിലാ വളരുന്നത്, ഏത് സാഹചര്യത്തിലാ വളരുന്നത്, അങ്ങനെ ഉണ്ടാവും. അപ്പൊ നീ എന്താടാ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ ഉത്തരം എവിടെയാ തുടങ്ങുന്നത്? അത് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടതുണ്ട്. നാട്ടിയത് നിവരുമ്പോഴാണ് നിഴല് നിവരുന്നത്. ഇത് നമ്മൾ മറച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല. ഇത് നമ്മൾ
മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാട്ടിയത് നിവരുമ്പോഴാണ് നിഴലും നിവരുന്നത്. നാട്ടിയത് വളഞ്ഞ നിഴലും വളയും. അപ്പൊ നമ്മൾ അടിസ്ഥാനപരമായി ഇന്ന് നോക്കട്ടെ, ഞാനൊരു മലപ്പുറം ജില്ലക്കാരനാ, നിങ്ങളൊക്കെ തൃശ്ശൂർ ജില്ലക്കാരല്ലേ, ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടാവുക അല്ലെ, ഒക്കെ തൃശ്ശൂർ ജില്ലക്കാരാണ്. എന്റെയും നിങ്ങളുടെയും സംസാരത്തിന് വ്യത്യാസമുണ്ട് അല്ലേ? ഞങ്ങൾ മലപ്പുറത്തുകാർ പറയുന്ന, നിങ്ങളൊക്കെ ചിലപ്പോൾ കളിയാക്കാൻ വേണ്ടി പറയണ ഇജ്ജെടുക്കാ പോണേ ആ ബജ്ജിന്റെ അങ്ങനൊക്കെ പറയില്ലേ, നിങ്ങൾ കളിയാക്കണമ്പോ അങ്ങനെയല്ലേ പറയാം. ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിലേക്ക് വന്ന എന്തര ശാവി എന്ന് ചോദിക്കുന്ന വേറൊരു ഭാഷയുണ്ട് അല്ലെ. ഞാൻ എങ്ങോട്ടാ പോകണമെന്ന് ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ മലപ്പുറം ജില്ലക്കാർ ചോദിക്കും, നീ എങ്ങട്ടാ പോണ് അങ്ങനെ ചോദിക്കുക. തൃശ്ശൂർ ജില്ലയിലാണോ, നീ എങ്ങട്ടാ പോണേ എന്ന് ചോദിക്കും അല്ലെ. ഏത് സ്കൂളിൽ നിന്നാണ് നമ്മളിത് പഠിച്ചത്? തൃശ്ശൂർ ജില്ലക്കാരെല്ലാവരും കൂടി മഹാസമ്മേളനം നടത്തി കുട്ടികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട്, അതേ മക്കളെ, അപ്പുറത്ത് മലപ്പുറം ജില്ല ഉണ്ട്, ഇപ്പുറത്ത് അങ്ങോട്ട് പോയ എറണാകുളം ജില്ല ഉണ്ട്, നമ്മൾ തൃശ്ശൂർ ജില്ലക്കാരാണ്, അത് മറക്കാൻ പാടില്ല, അതുകൊണ്ട് നമുക്കൊരു ഭാഷയുണ്ട്, ആ ഭാഷയിൽ തന്നെ സംസാരിക്കണം കേട്ടോ, അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്കൂളുണ്ട്, എല്ലാവരും അവിടെ പോയി അത് പഠിക്കണം എന്ന് തീരുമാനിച്ചിരുന്നു. എപ്പോഴെങ്കിലും ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഏതായാലും അങ്ങനെ ഒരു പരിപാടിയില്ല. ഉമ്മാരും ഉപ്പാരും കൂടെ കൂടിയിട്ട് മലപ്പുറം ജില്ലയുടെ ഭാഷയിൽ സംസാരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക, അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല. ആരും പഠിപ്പിച്ചിട്ടില്ല. മലപ്പുറം ജില്ലക്കാരൻ ആ ശൈലിയിൽ സംസാരിക്കണമെന്ന് ആരും തീരുമാനിച്ചിട്ട് പോലുമില്ല, ആരും ആലോചിച്ചിട്ട് പോലുമില്ല, ആരും ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും മലപ്പുറം ജില്ലക്കാരൻ അങ്ങനെ പറയണു, തൃശ്ശൂർ ജില്ലക്കാരൻ ഇങ്ങനെയും പറയണു. ആരെ പഠിപ്പിച്ചേ? ഉമ്മയാണോ? അതെ, ഉമ്മയാണ് പഠിപ്പിച്ചത്, പിന്നെ ബാപ്പയാണ് പഠിപ്പിച്ചത്, പിന്നെ ഇക്കാക്കയും ഇത്താത്തയുമാണ് പഠിപ്പിച്ചത്, പിന്നെ നാട്ടുകാരാണ് പഠിപ്പിച്ചത്. അവൻ വളരുന്ന സാഹചര്യം അവന്റെ ഭാഷയുടെ ചായത്തിനും ചെരിവിന് പോലും കാരണമായി, അതിന്റെ ട്യൂണിന്, അതിന്റെ താളത്തിന്, അവൻ പ്രയോഗിക്കുന്ന വാക്കുകൾക്ക്, അതിന്റെ ഘടനക്ക് ഒക്കെ അവന്റെ സാഹചര്യം കാരണമായി മാറുന്നു. അമ്മേൽ അത്തരത്തിൽ ഒരു മനുഷ്യന്റെ ഭാഷയെപ്പോലും രൂപപ്പെടുത്താൻ, അതിന്റെ ട്യൂണിനെ പോലും ആവിഷ്കരിക്കാൻ അവന്റെ സാഹചര്യം അവനെ നിർബന്ധിക്കുന്നുവെങ്കിൽ, അതിനനുസരിച്ച് അവൻ പാകപ്പെടുന്നുവെങ്കിൽ, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക, മാൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് എൻവയറോൺമെന്റ്. മനുഷ്യൻ അവന്റെ സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ്. നീ എന്തിനാ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചോദിച്ചാൽ, മാൻ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് എൻവയറോൺമെന്റ്. മനുഷ്യൻ അവന്റെ സാഹചര്യത്തിന്റെ സൃഷ്ടിയാണ്. ഏത് പാത്രത്തിലിട്ടാണ് അവനെ വളർത്തിയത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. അതുകൊണ്ട് മാതാപിതാക്കൾ അടിയന്തരമായി മനസ്സിലാക്കേണ്ട കാര്യം, മക്കൾ നന്നായി വളരണമെന്ന് നമ്മൾ ആശിക്കുന്നുവെങ്കിൽ അവന് നന്നാകത്തക്ക സാഹചര്യം ഉണ്ടാക്കിക്കൊടുക്കുക എന്നതാണ്. അതെന്താ സാഹചര്യം എന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ വീട്ടിൽ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോ 3 വയസ്സുള്ള കുട്ടി കൂടെ വന്ന് നിസ്കരിക്കാറുണ്ടല്ലോ. നമ്മളവനോട് പറഞ്ഞിട്ടാണോ മോനെ നിസ്കരിച്ചോ? ചിലപ്പോഴൊക്കെ ഒരു കുസൃതിക്കും കൗതുകത്തിനും അവൻ നിസ്കരിക്കുന്നത് കാണാനുള്ള താല്പര്യം കൊണ്ട് നമ്മളൊരു പക്ഷെ അവനോട് മോൻ നിസ്കരിക്കാൻ വരണമെന്നൊക്കെ ചോദിച്ചു എന്ന് വരും. അതേ സമയത്ത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പോലും അവൻ കൂടെ വന്ന് ഉമ്മ നിസ്കരിക്കുന്നത് കണ്ടാൽ കുഞ്ഞും വന്ന് നിസ്കരിക്കും. വല്ലപ്പോഴൊക്കെ ഇവരുണ്ടാവുള്ളൂ. നമ്മൾ പടിഞ്ഞാട്ടിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ അവൻ ചിലപ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചു എന്ന് വരും. നമ്മൾ 4 റക്അത്ത് ദുഹർ നിസ്കരിക്കുമ്പോൾ അവൻ 5 6 അല്ലെങ്കിൽ 2 3 നിസ്കരിച്ചു എന്ന് വരും. ഒരു റക്അത്തിൽ തന്നെ ഒരുപാട് സുജൂദ് ഉണ്ടായി വരും, ചിലപ്പോൾ 1 ഉണ്ടായുള്ളൂ എന്ന് വരും. എന്തായാലും അവൻ മൊത്തത്തിൽ കാട്ടിക്കൂട്ടും. അങ്ങനെയുണ്ടല്ലോ. നമ്മൾ മഗ്രിബിനും ഇശാക്കുമൊക്കെ സാമാന്യം ശബ്ദമുയർത്തി ബാപ്പ വീട്ടിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്യാറുണ്ടെങ്കിൽ അത് കേട്ട് 4 വയസ്സുകാരൻ കുഞ്ഞ് ഫാത്തിഹ ഏതാണ്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതിന് മദ്രസയിലൊന്നും പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇപ്പോ കള്ളന്മാരുടെ ഒരു ശല്യമാണ് ഈ വേനൽക്കാലത്ത് എല്ലായിടത്തും. ഇവിടെ ഉണ്ടോന്നും നമുക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ രാത്രി പാതിര സമയം വരെ കുട്ടികൾ, പുതിയ തലമുറയിലെ കുട്ടികൾ ടോർച്ചെടുത്തിട്ട്, മൊബൈലിന്റെ ടോർച്ചെടുത്തിട്ട് കുറച്ച് കുട്ടികൾ ഇങ്ങനെ കള്ളനെ പിടിക്കാൻ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോടെ ഈ മൊബൈലിന്റെ ടോർച്ച് കൊണ്ട് കാര്യം? ഇത് കുറെ ദൂരേക്കത്തിന് വെളിച്ചൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ കള്ളനെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്തായോ, ഈ കള്ളന്മാരെ പിടിക്കാൻ ഈ ടോർച്ച് തന്നെ ഏറെയാണെന്ന്. അതെന്താ, ഇത് ബംഗാളികളാണെന്നാ പറഞ്ഞത്. ബംഗാളികള് കണ്ടാ ഓടുന്നില്ല, അവരെവിടെ ഇരിക്കണം, അവിടെ ഒന്നും കൂടി പതിഞ്ഞിരിക്കുള്ളൂ, പിന്നെ അവിടെ പോയി എടുത്തുകൊണ്ടല്ലാണ് ഞങ്ങളെന്ന്. അങ്ങനെയുള്ള ന്യൂ ജനറേഷൻ കള്ളന്മാര്, അതാണ് ഒരു മൊബൈൽ ടോർച്ച് വെച്ച് നടക്കണമെന്നാ പറഞ്ഞത്. അപ്പോ അങ്ങനെ അവര് ഇങ്ങനെ കള്ളന്മാരെ പേടിച്ചപ്പോ വീട്ടിൽ, അവിടെ നമ്മളെ പരിസരത്തൊക്കെയുള്ള വീട്ടിലെ കുട്ടികൾക്കൊക്കെ പേടിയ കള്ളനെങ്ങാനും വന്നാലോ എന്നുള്ളത്. അതിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കണേ ഒരു വീട്ടില് കുഞ്ഞിന് നമ്മൾ പറഞ്ഞു കൊടുക്കുക, കള്ളം വരാതിരിക്കാൻ ഒരു സൂത്രമുണ്ട്. എന്താ സൂത്രം? ആയത്തുൽ കുർസി എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഖുർആനില്. അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞിരിക്കുന്നു, വീടിന് കാവലുണ്ടാവാൻ
കിടക്കാൻ സമയത്ത് ആയത്തുൽ കുർസി ഓതി കിടന്നാ മതി. അപ്പൊ നമ്മളത് ഓതുക, എന്നാ പിന്നെ ഒരു കള്ളനും വരൂല ഇവിടേക്ക്, ഉഷാറായിട്ട് കിടക്കാം. കുട്ടി അത് വിശ്വസിക്കും. നമ്മൾ ഉറക്കെ ആയത്തുൽ കുർസി ഓതുമ്പോ കുട്ടിക്ക് ഓതാൻ കഴിയൂല. മോൻ കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ മതി. വലിയ താല്പര്യത്തിൽ കള്ളൻ വരുന്നതിനെതിരെ നിയോഗിക്കപ്പെടുന്ന ഒരു പ്രത്യേകമായ പോലീസാണ് ഇത് എന്ന അർത്ഥത്തിൽ അവൻ താല്പര്യപൂർവ്വം കേൾക്കും. ഉറങ്ങാൻ സമയത്ത് ആയത്തുൽ കുർസി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് എന്ന്. എന്നാൽ നമ്മൾ പറഞ്ഞെടുക്കുമ്പോൾ സമ്പൂർണ്ണമായിട്ട് പറഞ്ഞെടുക്കുക. നമ്മളൊരാൾ ആയത്തുൽ കുർസി ഓതിയിട്ട് ഉറങ്ങിയാൽ നമ്മുടെ വീടിന് മാത്രമല്ല, നമ്മുടെ അയൽ വീടിന് മാത്രമല്ല, അവന്റെ അയൽക്കാരന് കൂടി അള്ളാഹു കാവലേർപ്പെടുത്തി കൊടുക്കുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. താല്പര്യാവൂലേ? മക്കൾക്ക് താല്പര്യാവൂലേ? കിടക്കണ സമയം മോനെ ചെല്ലാനുള്ളതൊക്കെ ചെല്ലോ, ബിസ്മിക റബ്ബി വലഅതു ജംബി, കുട്ടി ഒപ്പം ചെല്ലും. ഇസ്ലാമിക രീതിയിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മെല്ലെ മെല്ലെ താല്പര്യപൂർവ്വം അടിച്ചേൽപ്പിക്കരുത്. താല്പര്യപൂർവ്വം അത് ചൊല്ലുകയാണ് എങ്കിൽ വേണ്ട. നമ്മൾ മുതിർന്നവരുടെ കാര്യം ആലോചിച്ച് നോക്ക്. ഇതാ അപ്പുറത്ത് ഉമ്മമാരിരിക്കണം. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ ജോലികൾ എപ്പോഴും ഒരു ഭാരമായിട്ട് അവർ പറയാറുണ്ട്. നിലം തുടച്ചിട്ടും അലക്കിയിട്ടും അടുപ്പിൽ ഊതിയിട്ടും ആകെ വേദനിച്ചിട്ട് വയ്യ എന്ന് പരാതി പറയുന്ന ഒരു സ്വഭാവം ഏതാണ്ട് മലയാളികളായ ഉമ്മമാർക്കൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ഫാത്തിമ, അത് പണ്ടേ ഉള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? റസൂലെ, വീട്ടിലെ ജോലി ചെയ്തതാ കൈയൊക്കെ പൊട്ടിപ്പോയി. നിങ്ങളുടെ അടുത്ത് ജോലിക്ക് പറ്റിയ പെണ്ണുങ്ങളുണ്ടെന്ന് കേട്ടു, അതിൽ ഒരാളെ എനിക്ക് തരുമോ എന്ന് ചോദിക്കാനാ വന്നത്. പക്ഷെ പുണ്യപ്രവാചകർ അവിടെ ഇല്ലായിരുന്നു. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് അത് പറഞ്ഞു. ആയിഷ ബീവി റസൂലുള്ള വന്നപ്പോൾ മകളിവിടെ വന്നിരുന്നു, ആവശ്യം ഇതായിരുന്നു എന്ന് അറിയിച്ചു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയായിരുന്നു, അങ്ങോട്ട് മകളെ തേടിപ്പോയി. അപ്പൊ മകളും മരുമകനും, അതായത് അലിയാരും ഫാത്തിമ ബീവിയും കൂടി കട്ടിലിരിക്കുന്നുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ രണ്ടാരുടെയും നടുവിലിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. അമ്മോശൻ കാക്ക മകളുടെയും മരുമകന്റെയും നടുവിലിരുന്നു. നമ്മൾ അമ്മോശൻ കാക്കാർ അങ്ങനെ ഇരിക്കോ ഇല്ല എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര തുറന്നിടപഴകിയിരുന്ന ആളായിരുന്നു. ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് നിൽക്കാൻ പോലും വീട്ടുകാരുടെ മുമ്പിൽ മടിക്കുന്ന ഒരു നാണുണ്ട്. നാണൊക്കെ നല്ലത് തന്നെയാണ്, ഞാൻ അങ്ങോട്ട് ഇപ്പൊ കിടക്കുന്നില്ല. എന്താവട്ടെ, അതിപ്പോ തന്നെ നമ്മുടെ വിഷയം. ഏതായാലും നടുവിലിരുന്നു. ആ നടുവിലിരുന്നിട്ട് ചോദിച്ചു, എന്താ മോള് വന്ന കാര്യം? വിഷയം പറഞ്ഞു. കൈയൊക്കെ പൊട്ടിയത് കാണിച്ചു കൊടുത്തു. ആസുകല്ല് തിരിച്ച് മാവ് അരക്കാൻ വേണ്ടി അത് തിരിച്ച് കൈ പൊട്ടിയതിന്റെ തഴമ്പൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനൊരാളെ തരുമോ എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മകളെ, അങ്ങേയറ്റം സ്നേഹിക്കുന്നയാളാണ്, നീ എന്റെ കരളിന്റെ കഷ്ണമാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. നമ്മളാരെങ്കിലും നമ്മളെ കുട്ടികളോട് ഇതിന്റെ മുത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നീയാണ് എന്റെ സ്വത്ത് മോനെ എന്നൊന്ന് താല്പര്യപൂർവ്വം വിളിച്ച് എത്ര കാലായില്ലേ? കുട്ടിനെ ഒന്നിങ്ങനെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്. ഒരു കാലുണ്ടായിരുന്നു, അവനൊന്ന് കരയുമ്പോഴേക്ക് നമ്മൾ അങ്ങോട്ട് ഓടി ചെല്ലുമായിരുന്നു തൊട്ടിയിൽ കിടക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ എത്തുമ്പോഴേക്ക് ചിലപ്പോൾ വീണ്ടും ഇറങ്ങിപ്പോകും. അപ്പൊ കാണാൻ ഒരു കുഞ്ഞൂച്ചി കാലിങ്ങനെ പുറത്തേക്കിട്ടിട്ട് കുട്ടി ഇങ്ങനെ കിടക്കണത്. അപ്പൊ നമുക്ക് കൊതിയായിട്ട് ആ കാലൊന്ന് തൊട്ടു വെക്കും. ആ മടമ്പിന്റെ അവിടെ ഇങ്ങനെ ചോര ഊറി നിൽക്കുന്ന അവിടെ ഇങ്ങനെ തൊട്ടു വെക്കും. നല്ല മിനുസായിരിക്കും, മതിയാവൂല. അപ്പൊ നമ്മൾ കുമ്പിട്ടിട്ട് ആ കാല് ചുംബിക്കും. മുഖം ചുംബിക്കാൻ നിൽക്കൂല, അഥവാ ഉണർന്നാലോ നമ്മളെ പണിയൊക്കെ മുടങ്ങുമല്ലോ. പക്ഷെ കൊതി തീർന്നില്ല. അപ്പൊ കാലിന്റെ അടിയിലും എല്ലാം ഉമ്മ വെക്കും. അതേ കുട്ടി ഇന്ന് ഒരു പക്ഷേ അന്ന് നിങ്ങൾ ഉമ്മ വെക്കുമ്പോ ആ കുഞ്ഞിന് അറിവിലായിരുന്നു അവനോടുള്ള സ്നേഹം കവിഞ്ഞൊഴുകുന്നതാണ് ഈ ചുംബനം എന്ന്. ഇന്ന് നമ്മളെ കുട്ടിക്കറിയാം ഒരു ചുംബനം കിട്ടിയാൽ അത് സ്നേഹം വഴിഞ്ഞൊഴുകുകയാണെന്ന്. പക്ഷെ നമ്മളെ ഒരു പിശുക്ക്, പിന്നെ പോത്തോണം വലുതായ 8 വയസ്സുള്ള കുട്ടിനെപ്പ ചുംബിക്കാൻ നിൽക്കുക എന്നാ നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ആ 8 വയസ്സുകാരനെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചു നോക്ക്, അവന്റെ തലയിലൊന്നിങ്ങനെ തടവി നോക്ക്, എന്റെ കുട്ടി എന്നൊന്ന് പറഞ്ഞു നോക്ക്, നെറ്റത്തൊരു ഉമ്മ കൊടുത്തു നോക്ക്. ഒരു കെണിയിലും ആ കുട്ടി കുടുങ്ങൂല, ഒരു പിശാചിനും അവനെ പ്രേക്ഷിക്കാൻ പറ്റൂല. എന്റെ ഉമ്മയുടെ കണ്ണുനീർ പൊടിക്കുന്ന ഒരവസരവും ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാക്കില്ലെന്ന് തീരുമാനിക്കും. പക്ഷേ അത്തരം പ്രകടനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിന്നു. നമ്മൾ അതിലൊക്കെ എന്തൊക്കെയോ മടി കാണിക്കാൻ തുടങ്ങി. നമ്മളെ കുട്ടി തന്നെയാണ് അത് എന്ന് നമ്മൾ മറക്കരുതല്ലോ. അത്തരം ശീലങ്ങൾ നമ്മളെ വീട്ടിലില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോണത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഇതെന്റെ കരളിന്റെ കഷ്ണമാണ്. അത് ഹദീസ്, അതിന്ന് ലോകം പാടി നടക്കുക. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട പുത്രി ഫാത്തിമ ബീവിയോടുള്ള സ്നേഹം കൊണ്ട് റസൂലുള്ള പറഞ്ഞു, ഇതെന്റെ ഫിർദത്ത്, ഇതെന്റെ കരളിന്റെ കഷ്ണം എന്ന് പറഞ്ഞു എന്ന്.
പക്ഷെ അത് പ്രാവർത്തികമാക്കുന്ന കാര്യം അപ്പൊ നമ്മൾ ആലോചിക്കൂല. റസൂലുള്ളയും ഫാത്തിമാബിയും ഭയങ്കര സ്നേഹമായിരുന്നു, അതെങ്ങനെ പാടി നടക്കും? ഞാനും എന്റെ മോളും ഭയങ്കര സ്നേഹാവണ്ടേ? അവിടെ എത്തുമ്പോൾ നമ്മളത് മറന്നു പോവുകയാണ്. ഫാത്തിമാബിയോട് പറഞ്ഞു, നിനക്കൊരു ജോലിക്കാരിയെ ആവശ്യമുണ്ടല്ലേ? അതേ റസൂലെ, ആവശ്യമുണ്ട്. എന്നാ നിനക്ക് ഞാൻ അതിലേറെ നല്ലതൊന്ന് തരട്ടെ. അതിലേറെ നല്ലത് കിട്ടാണ്ടെങ്കിൽ പിന്നെന്താ, എനിക്ക് അതിലേറെ നല്ലത് വേണം. അപ്പൊ പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയോ? നീ ഉറങ്ങാൻ കിടക്കുമ്പോ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം ആയി. ഒരു പണിക്കാരിയെ ചോദിച്ചപ്പോ, പിന്നെ നിനക്കിപ്പോ ഒരു പണിക്കാരിയെ തരാഞ്ഞിട്ട് ആ നേരം കൊണ്ട് പോയി സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോ എന്ന് നിരസിച്ച് പറയല്ല. ഒരു പണിക്കാരിയെ കിട്ടുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മാർഗം പറഞ്ഞു കൊടുക്കുന്നതാണ് 33. അപ്പൊ നമ്മൾ ഉമ്മമാരെ മനസ്സിലാക്കി വെക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് തീരാനും അടുക്കും ചിട്ടയും ഉണ്ടാവാനും സമയം ബാക്കിയാവാനും ഖുർആൻ എടുത്ത് ഓതാനും നല്ല കാര്യങ്ങൾ കേൾക്കാനും ഒക്കെ അവസരം കിട്ടത്തക്ക വിധത്തിൽ സമയം ഉണ്ടാവണം നമുക്ക്. അതിനുള്ള മന്ത്രമാണ് ഈ പറഞ്ഞു തരുന്നത്. എന്താ മന്ത്രം? വീട്ടിൽ ദീനിയായ ചുറ്റുപാടുണ്ടാവണമെങ്കിൽ നമുക്ക് ആശ്വാസം വേണം. നമ്മൾ ളുഹ്റും അസ്റും എല്ലാം കൂടി ജമ്മാക്കിന് പകരം ജാമാക്കിയിട്ട് നിസ്കരിക്കുക. രണ്ടും കൂടി ഒന്നിച്ചൊരൊറ്റ ഒറ്റ ഉള്ളതുകൊണ്ട് കഴിച്ചിലാകും. നമുക്കും തന്നെ അതൊരു സൗകര്യമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുന്ന സാഹചര്യം മാറി ളുഹ്റുസ്കരിക്കാനും ഇഷ്ടം പോലെ സമയം, അസ്റുസ്കരിക്കാനും ഇഷ്ടം പോലെ സമയം, കാര്യങ്ങളൊക്കെ നോക്കാനും കുട്ടികളെ ശ്രദ്ധിക്കാനും പഠനത്തിനും എല്ലാത്തിനും സമയം കിട്ടുന്ന രീതിയിൽ ജീവിതം ചിട്ടപ്പെടാൻ ഈ ദിക്ർ ചൊല്ലിക്കിടന്നാ മതി എന്നാണ്. എന്റെ വക പറയില്ല. ഈ ഹദീസ് പറയുന്നിടത്ത് ഹദീസ് പണ്ഡിതന്മാർ ഐഡിയയിൽ എഴുതി കൊടുത്തിരിക്കുകയാണ്. ഈ ദിക്ർ ചൊല്ലിക്കിടക്കുന്നവന്റെ ജീവിതം ചിട്ടപ്പെടും, ജോലിഭാരം ലഘൂകരിക്കപ്പെടും. പകരം ഒരാൾ പണിക്ക് വന്ന് സഹായിക്കാനുള്ളയാളേക്കാൾ ആശ്വാസത്തോടെ സ്വന്തം ജോലി ചെയ്തു തീർക്കാൻ അള്ളാഹു പ്രത്യേകമായ കഴിവ് കൊടുക്കുമെന്ന്. പോരെ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം എന്നാ പിന്നെ അതൊന്ന് ചൊല്ലി നോക്കാം. എന്താ ചൊല്ലി നോക്കേണ്ടത്? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. അത് 34ആണ്. നിസ്കാരത്തിന് ചെറിയൊരു വ്യത്യാസം. ലാ ഇലാഹ ഇല്ലല്ലാഹ് 10 പ്രാവശ്യം. ഇത് നമ്മൾ കേൾക്കുമ്പോ അങ്ങനെയാണെങ്കിൽ എന്റെ കടയിലാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാവില്ല, എന്റെ ജോലികൾ, എന്റെ ഓഫീസിലെ പ്രശ്നങ്ങൾ, അടുക്കളയിൽ എല്ലാവർക്കും ഓരോരോ പ്രശ്നമുണ്ട്, എല്ലാവരും ഇത് ചൊല്ലിക്കോ. ഇങ്ങനൊരു മാർഗമുണ്ടോ? എന്നാ പിന്നെ ഒന്ന് ചൊല്ലി നോക്കാം എന്ന് നമുക്കിപ്പോ തോന്നുന്നുണ്ട്. അപ്രകാരം കുട്ടികളെ താല്പര്യം ജനിപ്പിച്ചുകൊണ്ടായിരിക്കണം, അടിച്ചേൽപ്പിച്ചുകൊണ്ടായിരിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചിരുന്നത്. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു ആയിഷാ ബീവിയോട്, നീ ഹജ്ജും ഉംറയും സമ്പൂർണമായി ചെയ്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ എന്ന്. ഉറങ്ങുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാൻ പോയ ഉറക്കം നടക്കുമോ? ആകെ ബേജാറായി. അങ്ങനെ ബേജാറായി നിൽക്കുമ്പോൾ പറയാണ്, മാത്രമല്ല ലോകത്തെ സത്യവിശ്വാസികളുടെ മുഴുവൻ പ്രീതി കരസ്ഥാക്കിയിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. വേറെ 3-4 കാര്യങ്ങൾ പറയുന്നുണ്ട്, സമയം കുറവായതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല. ആയിഷാ ബീവി പേടിച്ചു. ഇതെല്ലാം കൂടി എങ്ങനെ ചെയ്യാം? ഖുർആൻ ഖത്തം തീർക്കാൻ പറഞ്ഞു, ഇതൊക്കെ ചെയ്യണം, ഉറങ്ങും വേണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങണം, അതിന് സമയം കിട്ടുമോ? റസൂലുള്ള തിരിച്ചു വന്നപ്പോ പറഞ്ഞു, അല്ല റസൂലെ, എപ്പോഴാപ്പ ഞാൻ ഖത്തം തീർക്കുക, എപ്പോഴാപ്പ ഹജ്ജിനും ഉംറക്കൊക്കെ പോവുക, അതിന് മുമ്പ് ഉറക്കം നടക്കുവോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഖത്തം തീർക്കാൻ 3 ഖുൽ ഹുവല്ലാഹ് സൂറത്ത് ഓതിയാ മതി. ഒരു ഖുൽ ഹുവല്ലാഹ് സുലുസുൽ ഖുർആനാണ്. 3 ഖുൽ ഹുവല്ലാഹ് ഓതിയാൽ ഒരു ഖത്തം തീർത്ത കൂലി കിട്ടും. ഉറങ്ങുന്നതിന് മുമ്പ് അത് ഓതിയാൽ ഒരു ഖത്തം ഓതിയതിന്റെ കൂലി കിട്ടും. അപ്പൊ ആയിഷ ബീവിക്ക് താല്പര്യമായി. ലോകത്ത് സകല ആളുകളുടെ ഈ ഇഷ്ടം വേണോ? അവർക്കൊക്കെ ഒറ്റ വരിയിൽ ദ്വാരനാ മതി, പ്രാർത്ഥിക്കുക, അള്ളാഹുവെ ലോകത്തെ എല്ലാ വിശ്വാസികളെയും നീ ഇഷ്ടപ്പെടണമേ, അല്ലെങ്കിൽ അവർക്കൊക്കെ പുറത്തു കൊടുക്കണമേ, അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അത് മതി. മലയാളത്തിലോ അറബിയിലോ ദുആ. ലോകത്തെ എല്ലാ അംബിയാ മുർസലീങ്ങളുടെയും ശുപാർശ നാളെ പരലോകത്ത് ഉറപ്പുവരുത്തിയിട്ട് ഉറങ്ങാൻ പാടുള്ളൂ. അതിനെന്താ പണിയുള്ളൂ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അല്ലെങ്കിൽ മലയാളത്തിൽ എല്ലാ അംബിയാ മുർസലീങ്ങൾക്കും നീ കാരുണ്യം വർഷിക്കണേ അല്ലാഹ്. പിന്നെ ഹജ്ജും ഉംറയും ചെയ്തിട്ട് അതിനെന്താ വേണ്ടത്? ഞാനിപ്പോ പറഞ്ഞ 33 പ്രാവശ്യം 34 പ്രാവശ്യമുള്ള ദിക്ർ ചൊല്ലിയാൽ മതി. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാ പറഞ്ഞു കൊടുത്ത്? ഇതൊക്കെ ചെയ്തിട്ടേ ഉറങ്ങാൻ പാടുള്ളൂ. ഇതൊക്കെ കൂടി എന്ന് തീരാനാ? ബേജാറായി നിൽക്കുകയാണ്. അപ്പോഴാണ് പരിഹാരം പോലെ ഒറ്റ വരിയിൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അത് ചെയ്യാൻ താല്പര്യമാണ്. മക്കളെ ദീനിനോട് അടുപ്പിക്കണം. അല്ലാതെ നേരാകുമ്പോൾ നിസ്കരിച്ചില്ലാന്ന് പറഞ്ഞ് വടിയെടുത്തവന്റെ പിന്നാലെ പാഞ്ഞാൽ പടിയെടുത്ത് പായേണ്ട ഒരു സമയമുണ്ട്. അതെപ്പോഴാ? 10 വയസ്സായതിനു ശേഷം നമുക്ക് സമയം കിട്ടുമെങ്കിൽ പറയാം ഇൻഷാ അല്ലാഹ്. ചുരുക്കത്തിൽ നമ്മൾ വീടിൽ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കണം. വീടിന് നല്ല മാതൃക ഉണ്ടായാൽ മക്കൾ സ്വാഭാവികമായിട്ടും നന്നാകും. ഞാനൊരു സംഭവം പറയട്ടെ. ഒരു ദീനിയായ കുടുംബിനി ഇങ്ങനെ സമയോചിതമായ വിധത്തിൽ കുട്ടികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കാനും മാതൃകകൾ കാണിക്കാനും ഞാനിപ്പോ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കുട്ടികളെ തീരെ പരിഗണിക്കണില്ല കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കരുത്. ഉമ്മമാരോട് സംസാരിക്കരുത്. നിങ്ങൾക്കുള്ള ആൾ വേറെ വരും, അതുവരെ അവിടെ ഇരിക്കും. 4 മണിയാവുമ്പോൾ സിദ്ദീഖുൽ അക്ബർ വാഫി എന്ന് പറഞ്ഞ ഒരാളോട് വരും, അയാൾ നിങ്ങളോട് സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അത്രയല്ല ആവശ്യമുള്ളൂ. 2 കൂടി പരിഗണിച്ച സമയം നടക്കില്ല. വാങ്ങ് കൊടുക്കണ്ടോ?
എന്താ കേൾക്കണ്ട? കേൾക്കണ്ട? ബാങ്ക് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? നല്ല സാഹചര്യം വീട്ടിൽ രൂപപ്പെടുത്തലാണ്. ഒന്നാമതായി ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുക. രണ്ടാമതായി പറഞ്ഞു നിങ്ങൾ ഭാര്യയും ഭർത്താവും നല്ല മാതൃകാപരമായ ദാമ്പത്യം നിർവഹിക്കുക, നല്ല പെരുമാറ്റത്തിലായിരിക്കുക. മൂന്നാമതായി പറയുന്നു വീട്ടിലെ സാഹചര്യം അതിനനുഗുണമായിരിക്കണമെന്ന്. ആ സാഹചര്യം അനുഗുണമായാൽ എന്തു സംഭവിക്കും എന്ന് നമ്മൾ ചെറുതായിട്ട് വിശദീകരിച്ചു. ഇനി ഒരു ഉദാഹരണം കൂടി പറഞ്ഞു തരാം. നല്ല ദീനീബോധമുള്ള ഒരു കുടുംബിനി, ദീനീബോധമുള്ള കുടുംബിനി എന്ന് പറയുമ്പോൾ പറയട്ടെ, നമുക്കും അപ്രകാരം ദീനീബോധം ഉണ്ടാക്കാം, അത് വർദ്ധിപ്പിക്കാം. എങ്ങനെയാ? ആവശ്യാനുസരണം ക്ലാസുകളിൽ പങ്കെടുക്കൽ ഒരു മാർഗമാണ്. ഇഷ്ടംപോലെ സീഡികൾ കിട്ടാനുണ്ട്, അത് മറ്റൊരു മാർഗമാണ്. പിന്നെ നല്ല ഒരു വായനക്കാരനാവുക, വായനക്കാരിയാവുക. വീട്ടിൽ ചില്ലറ പുസ്തകങ്ങളൊക്കെ വേണം. കുട്ടികൾക്ക് എങ്ങനെയാണ് നമ്മൾ പരിചരണം കൊടുക്കേണ്ടത് ഇന്ന് പലപ്പോഴും നമുക്ക് അറിയൂല. നമ്മൾ കുട്ടികളെ നന്നാക്കാൻ വേണ്ടി ആലോചിക്കുന്നത് ഏത് പ്രായത്തിലാ? നേരത്തെ പറഞ്ഞല്ലോ, 5 വയസ്സോ 6 വയസ്സോ ആകുമ്പോ, അല്ലെങ്കിൽ 10 വയസ്സോ 15 വയസ്സോ ആകുമ്പോ. സത്യത്തിൽ കുട്ടി നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നയാൾ അവനെ നന്നാക്കാൻ തുടങ്ങേണ്ടത് എന്ന് മുതലാണെന്നറിയോ? എന്ന് മുതലാ ഈ കുഞ്ഞുണ്ടാകുന്നതിന് കാരണമായ വിധത്തിൽ നമ്മൾ ബെഡ്റൂമിൽ കയറിയിരുന്നല്ലോ, അപ്പൊ തുടങ്ങണം ഇതിനുള്ള പണി. ഏതിന്? കുട്ടികൾ നന്നാവാൻ. മനുഷ്യൻ ഭക്ഷണം കഴിക്കുമ്പോൾ അവന്റെ കൂടെ പിശാച് ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് നിങ്ങൾ ബിസ്മി ചൊല്ലണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്തവന്റെ കൂടെ പങ്കുപറ്റാൻ പിശാചുമുണ്ടാകും. അപ്രകാരം ഈ കുഞ്ഞിന് കാരണമായേക്കാവുന്ന കാര്യങ്ങളുടെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട്. പിശാചിൽ നിന്ന് രക്ഷ നേടാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആ ദിക്ർ അന്ന് ചെല്ലണം. അവിടെ തുടങ്ങുന്നുണ്ട് കാര്യം. എന്നാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇനി അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടി പുറത്തേക്ക് വന്നിട്ട് 5-6 വയസ്സ് മദ്രസ ചേർത്തുന്ന കാലം അല്ല, ഗർഭകാലത്ത് ശ്രദ്ധിക്കണം. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ ധാരാളമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഇഷ്ടം പോലെ പുസ്തകങ്ങൾ കിട്ടാനുണ്ടല്ലോ. ഗർഭിണിയാകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ട ഇസ്ലാമികമായ കാര്യങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങളും എന്തൊക്കെയെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെല്ലാത്തിനും ഡോക്ടറുടെ ഉപദേശം തേടാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ സ്വയം മനസ്സിലാക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഗർഭകാലത്ത് ഒരു സ്ത്രീ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അത് മുഴുവനും ആ കുഞ്ഞിനെ സ്വാധീനിക്കുമെന്നാണ്. അത് സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നിരന്തരം പീഡിപ്പിക്കപ്പെടുന്ന, ആക്രോശിക്കപ്പെടുന്ന, ചീത്ത കേൾക്കേണ്ടി വരുന്ന ഒരു വീടാണ് നമ്മുടെ വീട് എങ്കിൽ അവിടത്തെ ഗർഭിണിയുടെ ഗർഭസ്ഥ ശിശുവിന് അപ്രകാരമുള്ള പോരായ്മകൾ ഉണ്ടാകുമെന്നാണ്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് ജീവിച്ച ഗർഭകാലമായിരുന്നെങ്കിൽ ഈ കുട്ടി ആണാണെങ്കിൽ പോലും ജീവിതകാലത്ത് ചെറിയ ഒരു വിഷയമുണ്ടാകുമ്പോഴേക്ക് കരയുന്ന അവസ്ഥ വരും. വിഷയങ്ങളെ നേരിടാൻ ശക്തിയില്ലാത്ത അവസ്ഥ വരും. അവൻ പറ്റേ ദുർബലനായി പോകും. ഗർഭകാലം വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ്. ഒരു പരീക്ഷണം നടന്നു. എന്താ പരീക്ഷണം എന്നറിയോ? 4 കുട്ടികൾ ലേബർ റൂമിൽ കിടക്കാണ് ഹോസ്പിറ്റലിൽ. 4-ൽ 3 കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കുട്ടി കരയുന്നില്ല. അമ്മയോട് ചോദിച്ചു, നിങ്ങളുടെ കുട്ടി മാത്രം കരയാതിരിക്കുന്നതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? അപ്പൊ പറഞ്ഞു, ഇവിടെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് എന്റെ കുഞ്ഞ് കരയാത്തത്. എന്താ ശബ്ദം? ഒരു സിസ്റ്റർ അപ്പുറത്തിരുന്ന്, കുറെ മുമ്പ് നടന്ന കാര്യ, ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. കമ്പ്യൂട്ടറല്ല, ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്യുമ്പോൾ ടക്ക് 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 എന്നിങ്ങനെ അതിന്റെ ലെറ്റർ വന്ന് വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ടിരിക്കും. ആ ശബ്ദം കേട്ടിട്ടാണ് എന്റെ കുട്ടി കരയാത്തതെന്ന് പറഞ്ഞു. കാരണം ആ കേട്ടാൽ അവന് സമാധാനമാകും. അതെന്താ കാര്യം എന്ന് ചോദിച്ചു. കാരണം ഞാനൊരു ടൈപ്പിസ്റ്റാണ്, ഞാൻ ഗർഭകാലത്തൊക്കെ ടൈപ്പ് ചെയ്തിരുന്നു. ഈ ശബ്ദം എന്റെ കുഞ്ഞ് ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് പരിചിതമായ ഈ ശബ്ദം കേൾക്കുമ്പോൾ അവൻ ആശ്വാസം വരികയാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈപ്പ് കുറച്ച് നിർത്തിവെച്ചു. 3 കുട്ടികൾ കരയുന്നു. ഇവനും കൂട്ടത്തിൽ ചേർന്ന് കരയാൻ തുടങ്ങി. വീണ്ടും ടൈപ്പ് റൈറ്റിംഗ് ഓൺ ചെയ്തു. കുട്ടി കരച്ചിൽ നിർത്തി. ഗർഭകാലത്ത് കേൾക്കുന്നത് കുഞ്ഞ് തിരിച്ചറിയുന്ന അർത്ഥം. ഓ മൈ സൺ എന്ന് വിളിച്ചു ഒരു രക്ഷിതാവ് അമ്മയുടെ അല്ലെങ്കിൽ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ വയറിന്റെ അടുത്ത് വന്നിട്ട് എന്നും വിളിക്കും, ഓ മൈ സൺ, ഓ മൈ സൺ, ഇങ്ങനെ കുട്ടിനെ വിളിച്ചുകൊണ്ടിരിക്കും. പുറത്ത് വന്നതിന് ശേഷം ഇയാൾ അതേമാതിരി കുട്ടിയുടെ അടുത്ത് വന്നിട്ട് ഓ മൈ സൺ. ഏത് ശബ്ദം കേട്ടാലും പ്രസവിച്ച ഉടനെയുള്ള കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കൂല, നമുക്കറിയാലോ. പക്ഷെ ഈ ശബ്ദം കേട്ട ആ കുട്ടി പരിചിതമായ ശബ്ദം കേട്ടപ്പോൾ ശ്രദ്ധിച്ചു. മാതാക്കളോട്, ഉമ്മമാരോട്, ഗർഭിണികളോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നല്ല വാക്കുകൾ കേൾക്കുന്നത് വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. എന്തിന്? ഇതൊക്കെ കുഞ്ഞിനെ സ്വാധീനിക്കും. അപ്പോഴുമുണ്ട് പരിചരണം. ടോൾസ്റ്റോയ് എന്ന പണ്ഡിതന്റെ അടുത്ത്, കഥാകാരൻ കൂടിയാണ്, ഒരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്റെ മകനെ കലാലയത്തിൽ പറഞ്ഞേക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്കൊരു ഉപദേശം തരാമോ?
എത്ര വയസ്സായി കുഞ്ഞിന്? 5 വയസ്സായി കുഞ്ഞിന്. ഓ അത് ശരി, 5 വയസ്സായോ? ഇപ്പോഴേ അവനെ പഠിപ്പിക്കാൻ തുടങ്ങുന്നുള്ളൂ. നിങ്ങൾ 6 വയസ്സ് വൈകിപ്പോയി, 6 വർഷം വൈകിപ്പോയി. എന്താ കാര്യം? ഗർഭത്തിലുള്ള ഏതാണ്ട് 1 വർഷം, പിന്നീടുള്ള 5 വയസ്സോളം കാലം. ഇത്രയും കാലം എന്തേ പഠിപ്പിക്കാഞ്ഞത്? അന്നേ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നർത്ഥം. അങ്ങനെ വന്ന് പിന്നെ 5 വയസ്സൊക്കെ ആകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാവുന്ന ഒരു ഘട്ടമെത്തും. അതിനു മുമ്പ് നമ്മൾ അവന് കൊടുക്കേണ്ട മാതൃകകൾ നല്ല മാതൃകകളായിരിക്കണം. എന്നാണ് നമ്മുടെ കുട്ടി മലയാളം പഠിച്ചത്. അവൻ 2 വയസ്സും 3 വയസ്സും ആകുന്ന കാലത്ത് അവിടെ നിന്നും ഇവിടെ നിന്നും കേട്ടത് നുള്ളിപ്പെറുക്കിയെടുത്ത് പറഞ്ഞ് അവൻ സ്വയം പഠിക്കുകയായിരുന്നു. ആ അക്ഷരങ്ങളെ, ആ വാക്കുകളെ അവൻ നുള്ളിപ്പെറുക്കിയെടുക്കും പോലെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളെയും അവൻ പെറുക്കിയെടുത്ത് സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട്. നല്ലത് മാത്രം നുള്ളിപ്പെറുക്കിയെടുക്കാൻ ജീവിതത്തിൽ സാഹചര്യം ഉണ്ടാക്കുക. അതെന്തൊക്കെയായിരിക്കണം എന്നറിയാൻ നമ്മൾ വിവരമുള്ളവരാവുക. അതിന് നമ്മൾ പുസ്തകശീലം, വായനാശീലം വർദ്ധിപ്പിക്കുക. അത് ഒരുപക്ഷെ എനിക്കിന്ന് നിങ്ങളോട് പറയാവുന്ന ഏറ്റവും വലിയ ഉപദേശമാണ്. നിങ്ങൾ വായന തുടങ്ങണം നിർബന്ധമായിട്ടും. നല്ല മക്കളെ ഉണ്ടാക്കാൻ അത് അനിവാര്യമാണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമുക്ക് നല്ല ഉൾക്കാഴ്ച ഉണ്ടാകുമ്പോൾ മാന്യമായി കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ പലപ്പോഴും കുട്ടികളോട് ദേഷ്യം പിടിക്കുമ്പോൾ എന്തെല്ലാം വാക്ക് ഉപയോഗിക്കാറുണ്ട്. ചില ഉമ്മമാരൊക്കെ പറയുന്ന വാക്ക് എടാ കുരുത്തം കെട്ടുവാനെ എന്നൊക്കെ പറയും. ഞങ്ങളുടെ നാട്ടില് വല്ലാതെ സഹികെട്ടാ പറയും, നീ ഒന്ന് നന്നാവാൻ പോണില്ലടാ എന്നൊക്കെ പറയും. അള്ളാഹുവിന്റെ റസൂൽ താക്കീത് നൽകുന്നു. എന്താ താക്കീത് നൽകുന്നത്? ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങൾ കുഞ്ഞുങ്ങളെ ശപിച്ചു പറയരുത്. കാരണം അള്ളാഹുവിന് ചില സമയമുണ്ട്. അള്ളാഹുവിന്റെ സമയവും നിങ്ങളുടെ ഈ ശാപവാക്കും ഒത്തുവന്നാൽ അതങ്ങ് അറമ്പറ്റും. നീ നന്നാവൂലടാ എന്ന് പറഞ്ഞ ഉമ്മാന്റെ വാക്കും അള്ളാന്റെ നേരവും ഒത്തുവന്ന പിന്നെ എത്ര മമ്പുറത്തൊക്കെ വാങ്ങിയിട്ടും കാര്യം ഉണ്ടാവില്ല. ഏത് ഉസ്താദിനെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. ഖുർആൻ ഖത്തം തീർക്കാൻ തീരുമാനിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. കുഞ്ഞു നന്നാവില്ല. ഇത് നമ്മൾ പറഞ്ഞു കിടക്കാക്കിയതാ. അതുകൊണ്ട് നിങ്ങൾ ശാപവാക്ക് പറയരുതേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ താക്കീത് നൽകുന്നു. നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം. അതുകൊണ്ട് വീട്ടിൽ നല്ല സാഹചര്യം ഉണ്ടായാൽ അതിനൊരു ഉദാഹരണം പറയാൻ തുടങ്ങിയായിരുന്നു. ഒറ്റ ഉദാഹരണം, ദീനീബോധമുള്ള ഒരു ഉമ്മ. ഈ ഉമ്മക്കറിയാം, ഉമ്മ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ആളുകളോട് പെരുമാറേണ്ടതെന്ന്. നിങ്ങൾക്കാരെങ്കിലും ഒരു സമ്മാനം തന്നാൽ അതിനേക്കാളും മെച്ചമായത് നിങ്ങൾ തിരിച്ചു സമ്മാനിക്കണം. നമ്മൾ നേരെ മറിച്ചാണല്ലോ. ഗൾഫിൽ നിന്ന് ആരെങ്കിലും വന്ന് പേന തന്നാൽ കിട്ടിയെടുത്തോളം ഇഞ്ഞുണ്ടാവിക്കൂലേ, ഒരു പേന കിട്ടിയാൽ വേറെ ഒന്നുമില്ല, വേറെ ഒന്നും കൊടുത്തിട്ട് ചോദിക്കും. ബ്രൂട്ടിന്റെ അത്ര ഉള്ളത് ഓപ്പൺ ഇല്ല എന്നൊക്കെ ചോദിക്കും. അതേ സമയത്ത് ഇങ്ങോട്ട് കിട്ടിയ സാധനം ഒരു പേന കിട്ടുമ്പോ ഒരു 1.5 പേന അങ്ങോട്ട് കൊടുക്കണം എന്നാ പറഞ്ഞത്. ഇസ്ലാമിന്റെ ഒരു തറവാടിത്തം മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ ഒരു അന്തസ്സും അഭിജാത്യവും ആഢ്യത്വവും മനസ്സിലാക്കണം. ഇങ്ങോട്ടൊന്ന് വാങ്ങുമ്പോൾ കിട്ടുന്നതൊക്കെ ലാഭമെന്ന് വിചാരിച്ച് ഒരു വാങ്ങലുകാരനായിട്ട് റോഡ് സൈഡിലെ പോലീസുകാരെ പോലെ നടന്നാൻ പറ്റൂല. ഓരെന്തെങ്കിലും കിട്ടാൻ നടക്കണേ കാരല്ലേ, ഒരു മാസാവസാന സമയത്ത് ഇങ്ങനെ ബുക്ക് ചെയ്തെടുക്കില്ലേ, വല്ലതും കിട്ടാൻ ഒപ്പുണ്ടോ നോക്കിയിട്ട് അങ്ങനെയല്ല അങ്ങോട്ട് എന്ത് കൊടുക്കാൻ പറ്റും എന്നാലോചിച്ചിട്ടായിരിക്കണം ഒരു മുസ്ലിം നടക്കേണ്ടത്. അഥവാ ആരെങ്കിലും സമ്മാനം തന്നാൽ അതിന് മെച്ചമായത് തിരിച്ചു കൊടുക്കണേ എന്ന് വിശുദ്ധ ഖുർആൻ. അതില്ലെങ്കിലോ തത്തുല്യമായതെങ്കിലും കൊടുക്കണേന്ന്. അതുമില്ലെങ്കിലോ പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നുവെച്ചാൽ തത്തുല്യമായതെങ്കിലും കൊടുക്കണം എന്നാണ്. അപ്പൊ തന്നെ കൊടുക്കാല്ലെങ്കിൽ പിന്നെ ഒരു സമയത്തെങ്കിലും കൊടുക്കാം. അങ്ങോട്ടൊന്ന് കൊടുക്കുന്നതിനെ കുറിച്ച് കടം വീട്ടുക എന്നൊരു പരിപാടി എവിടെയാണ് വരുന്നത്? ഇങ്ങോട്ട് നമ്മുടെ വീടിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ചെയർ കൊണ്ടുവന്നിരുന്നു, എന്നാൽ നമുക്കൊരു സോഫ തന്നെ കൊണ്ടുപോയി കൊടുക്കാം. അത് മാമൂലിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്ന ഒരു കാര്യമൊന്നല്ല. സ്നേഹം പങ്കുവെക്കുന്നതിന്റെ വ്യത്യസ്തമായ രൂപങ്ങളായിട്ട് കൂട്ടിയാൽ മതി. അത് കൊണ്ടുപോയി കൊടുക്കാൻ ഞാൻ അപ്പൊ എങ്ങനെ എന്ന് വിചാരിച്ച് ഇടങ്ങാറായിട്ട് ഭണ്ടാരെടുക്കാൻ എന്നും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൊടുത്തിന്റെ കൂലിട്ട് കിട്ടൂല, കാശാണെങ്കിൽ പോവുകയും ചെയ്യും. അങ്ങനെയല്ല, നമ്മുടെ അയൽവാസി റാഹത്തിൽ സന്തോഷത്തിൽ അതങ്ങോട്ട് കൊടുക്കണതിന് നമുക്കും വാങ്ങണതിൽ അവർക്കൊക്കെ ഒരു സന്തോഷം തോന്നണം. അപ്പോഴൊക്കെ അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുള്ളൂ. അതൊരു ആചാരമായിട്ടോ അനുഷ്ഠാനമായിട്ടോ കൊടുക്കുകയാണെങ്കിലോ കുടുങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിലോ അത് സ്വന്തം മകളുടെ മരുമകന്റെ വീട്ടിലേക്കാണെങ്കിൽ പോലും കൂലി കിട്ടൂല. കൂലി കിട്ടണമെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കണം. അപ്പൊ ഈ പെണ്ണ്, ഈ കുടുംബിനി, ഈ കുടുംബനാഥ പഠിച്ചിരിക്കുന്നു ഇത് കിട്ടുന്നതിന് അതിലേറെ നന്നായി തിരിച്ചു കൊടുക്കണമെന്ന്. അങ്ങനെ പഠിച്ച ഈ പെണ്ണിന്റെ വീട്ടിലേക്കാണ് തൊട്ടടുത്ത വീട്ടിലെ കൊച്ചുമോള് ഒരു പാത്രവുമായിട്ട് വരുന്നു. എന്താ അതില്? ഉണ്ണിയപ്പം. ഈ നാട്ടിലെന്താ പറയാ? ഉണ്ണിയപ്പം തന്നെയല്ലേ? ഞങ്ങളുടെ നാട്ടിൽ കുഴിയപ്പെന്ന് പറയും, കുയ്യപ്പെന്ന് പറയും, കുജ്ജപ്പെന്നും പറയും ഒക്കെ പറയാറുണ്ട്. ഈ ഉണ്ണിയപ്പവുമായിട്ട് വന്നു. അപ്പോ എന്താ പഠിച്ചത്? ഇങ്ങോട്ട് കിട്ടിയതിനേക്കാളും വലുത് അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ ഇങ്ങോട്ട് ഉണ്ണിയപ്പം കിട്ടിയാൽ അങ്ങോട്ട് നെയ്യപ്പം കൊടുക്കണം. കുറച്ചുകൂടി ഉഷാറായ കാലത്തപ്പം കൊടുക്കണം. മിനിമം ആ വലുപ്പത്തിലുള്ള എന്തെങ്കിലും ഒരു അപ്പെങ്കിലും കൊടുക്കണം.
എന്നൊക്കെയുള്ള അതിന്റെ അർത്ഥം. ഇതറിയുന്ന ഉമ്മ വേഗം അടുക്കളയിൽ കയറിയിട്ട് അവിടെ പരതി നോക്കി. എന്താ ഇപ്പൊ തിരിച്ചു കൊടുക്കുക? ഒന്നുമില്ലായിരുന്നു അവിടെ, തത്തുല്യമായതുമില്ല, മെച്ചപ്പെട്ടതുമില്ല. അപ്പൊ ഈ ഉമ്മ എന്താ ചെയ്തത്? ഉമ്മ വേഗം പാത്രം ഭംഗിയായിട്ട് മോറി കഴുകി. മോറി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇവിടെ പറയോ മോറി എന്ന് പറയോ? പാത്രം കഴുകി. ഓക്കെ, വേറെന്താ പറയാ? കഴുകാൻ എന്താ പറയാ? മോറി എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു പരിശുദ്ധമായ വാക്കാന്നറിയോ? നിങ്ങൾക്ക് അതിന്റെ വല്ല വാല്യൂ അറിയോ? മോറാനെന്ത് സുഖ, കഴുകണമെങ്കിൽ വെച്ചും മെനക്കടല്ലേ അല്ലെ? കഴുകുമ്പോ ഒരു വഴികളൊക്കെ ഉണ്ടല്ലേ. മോറാന്ന് പറഞ്ഞാൽ സിമ്പിളാ. നമ്മള് തൃശ്ശൂർ മലപ്പുറം കൂടി ഒരു തർക്കം വേണ്ട, ഞാൻ പോവാ. അങ്ങനെ ഈ പാത്രമൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കി തന്റെ മോളെയും കൂട്ടി, തന്റെ കൊച്ചുമോളെയും കൂട്ടി വന്ന കൊച്ചുമോളുടെ കൂടെ തിരിച്ചങ്ങോട്ട് പോവാ. എങ്ങോട്ട്? അയൽ വീട്ടിലേക്ക്. ആരാ പാത്രം കൊണ്ടുപോണത്? ഈ ഉമ്മയും തന്റെ കൊച്ചുമോളും വന്ന മകളുടെ കൂടെ, മൂന്നാളും കൂടി അങ്ങോട്ട് പോയി. അവിടെ ചെന്നു. അവിടുത്തെ ഉമ്മാനെ അല്ലെങ്കിൽ കുടുംബനാഥയെ കണ്ടു. അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞു. എന്താണ് നിങ്ങൾ വിശേഷം, റാഹത്തന്നല്ലേ എന്നൊക്കെ ചോദിച്ച് സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് പിന്നെ ഒരു നന്ദി വാക്ക്. മല്ലം യഷ്കുരിന്നാ സലം യഷ്കുരില്ല. മനുഷ്യന്മാരോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ടില്ല എന്നാണ്. നന്ദി വേണം, ഒരു താങ്ക്സ് പറയാൻ പഠിക്കണം. ഒരു മിഠായി വാങ്ങി തന്നാൽ നമ്മളെ സ്വീകരിക്കാറില്ല. താങ്ക്സ് പറയാൻ പഠിക്കണം. പ്രബോധമായത് ഇയാൾ എനിക്കൊരു മിഠായി വാങ്ങി തന്നിരുന്നു, ഇപ്പൊ കുറച്ച് താഴ്ത്തുന്നേ. ഇപ്പൊ അയാളാ ഞാൻ നേരത്തെ വാങ്ങി കൊടുത്തിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ള നമ്മൾ ഈ തിരക്കിട്ട് ഇങ്ങോട്ട് കയറി വരല്ലേ. ഈ ഒച്ച അടിച്ചിട്ട് ഒരു വിക്സ് മിഠായി വാങ്ങി തന്നതാണ്. നമ്മൾ നന്ദി പറയാൻ പഠിക്കണം, അത് ശീലിക്കേണ്ടതുണ്ട്. പാശ്ചാത്യരൊക്കെ നമ്മൾ എല്ലാത്തിനും പാശ്ചാത്യരെ കുറ്റം പറയെങ്കിലും അവരിൽ നല്ല സ്വഭാവങ്ങളൊക്കെ കിട്ടാണ്ട്. അവർ ചോദിക്കുകയാണെങ്കിൽ തന്നെ പ്ലീസ് എന്ന വാക്ക് ചേർക്കാതെ ഒന്നും ചോദിക്കൂല. നിങ്ങളുടെ ആ പേൻ ഒന്ന് തരൂ എന്ന് ചോദിക്കല് മേ ഐ ഹാവ് യുവർ പെൻ പ്ലീസ് എന്നാണ്. അതിന്റെ അർത്ഥമൊക്കെ വെക്കുകയാണെങ്കിൽ, ഇപ്പൊ മൂല്യന്മാർ അർത്ഥം വെക്കണമാതിരി വെക്കുകയാണെങ്കിൽ താങ്കളുടെ പേന എനിക്കൊന്ന് ആയിക്കോട്ടെ ദയവ് ചെയ്ത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. നമ്മൾ ആരെങ്കിലും അങ്ങനെ ചോദിക്കാൻ നിൽക്കും മലയാളത്തിൽ? ഞങ്ങൾ മലപ്പുറത്തേനാണിച്ചാ പെണ്ണും കാട്ടിക്കാന്നറിയും അല്ലേ? എന്താ പെണ്ണൊന്ന് കാട്ടിക്കടാന്നറിയില്ലേ? അത്രയല്ലേ പറയുള്ളൂ. സമയം ചോദിക്കണം എങ്ങനെയാ? അവർ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ടൈം പ്ലീസ്, വാട്ട് ടൈം ഈസ് ഇറ്റ് പ്ലീസ്, ഒരു പ്ലീസ് ഉണ്ടാകും എന്തായാലും. ഒന്ന് പറഞ്ഞു തരാമോ? താങ്കളുടെ ഔദാര്യം കൊണ്ട്, താങ്കൾ എനിക്ക് പറഞ്ഞു തരാൻ നിർബന്ധിതമൊന്നുമില്ല, താങ്കളുടെ കാരുണ്യം കൊണ്ട് എനിക്കൊന്ന് പറഞ്ഞു തരാമോ പ്ലീസ്, ദയവ് ചെയ്ത്. ആ പ്ലീസ് ഇല്ലാഞ്ഞാൽ അവര് ഒരു മനുഷ്യനല്ല എന്നാ പിന്നെ അവർ പരിഗണിക്കുന്നത്. നമ്മളെങ്ങനെ സമയം ചോദിക്കുക? ചോദിക്കുന്നില്ല. നടന്നു പോകണ മനുഷ്യനെ പിടിച്ചു നിർത്തി അവന്റെ കൈ തിരിച്ചു പിടിച്ച് വാച്ചിൽ സമയമൊക്കെ നോക്കി അതിട്ട് നമ്മളെ പാട്ടിന് പോകും. നമ്മൾ സംസ്കാര സമ്പന്നരായി മാറണം. ഇസ്ലാം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നന്ദി പറയാത്തവൻ അള്ളാഹുവിനോട് നന്ദിയില്ലാത്തവൻ, മനുഷ്യനോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിച്ചിട്ടില്ല എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പൊ എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഈ ഉമ്മ അവിടെ ചെന്നിട്ട് പറയാണ്, എന്നാലും നിങ്ങളൊരു 3-4 ഉണ്ണിയപ്പം ചുടുമ്പോഴേക്ക് ഞങ്ങളെയൊക്കെ ഓർത്ത് അവിടേക്കൊക്കെ അത് കൊണ്ടുവന്ന് തരുന്നല്ലോ, എനിക്കും എന്റെ കുട്ടിയാക്കും വേണ്ടിയിട്ട് നിങ്ങൾ കൊടുന്നല്ലോ. എന്തൊരു വലിയ സ്വഭാവമാണത്, എന്തൊരു സന്തോഷാന്നറിയാം നിങ്ങളുടെയൊക്കെ അയൽവാസിയായിട്ട് ഇവിടെ ജീവിക്കാൻ. അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരട്ടെ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ, സന്തോഷായിട്ടോ, അസ്സലാമു അലൈക്കും. അവിടുന്ന് ആ ഉമ്മ തിരിച്ചു പോരുകയാണ്. കൂടെ ആരുണ്ട്? കൊച്ചുമോളുണ്ട്. ഞാൻ ഈ ബഹുമാന്യമായ സദസ്സിനോട് ചോദിക്കട്ടെ, ഈ കൊച്ചുമോള് നാളെ വലുതായാൽ തന്റെ അയൽവാസികളോട് എങ്ങനെ പെരുമാറും? ഈ ഉമ്മയെ കണ്ടു വളർന്ന കൊച്ചുമോൾ നാളെ എങ്ങനെ പെരുമാറും? മറ്റൊരു രീതിയിൽ പെരുമാറാൻ അറിയൂല ഈ കുട്ടിക്കിനി. ഇതാണ് പഠിപ്പിക്കപ്പെട്ടത്. മറ്റൊരു രീതിയിൽ പെരുമാറണമെങ്കിൽ മറ്റൊരു രീതി നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൊണ്ട് വീട്ടിൽ നല്ല സാഹചര്യം ഒരുക്കുക എന്നത് അനിവാര്യമായിട്ടുള്ള ഒരു ഗുണവിശേഷമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാതാപിതാക്കൾ എന്ന നിലക്ക് മക്കളെ വളർത്തുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട വലിയൊരു യോഗ്യത ഉണ്ട്. അതെന്താണെന്നത് ഇപ്പൊ 3 കാര്യം നമ്മൾ പറഞ്ഞത് മറക്കില്ലല്ലോ. 1 പ്രാർത്ഥന, ഖുർറത്തു അയ്ൻ. 2 ഓർമ്മണ്ടാവും, നമ്മൾ മാതാപിതാക്കള് ഏറ്റവും സ്നേഹത്തോടെ ജീവിക്കുക. 3 ഇത് പ്രാവർത്തികമാക്കാനുള്ളതാണ്, അല്ലാതെ വെറുതെ സാധാരണ പോലെ വയലുകെട്ട് പോകാനുള്ളതല്ല. 3 സാഹചര്യം വീട്ടിലേത് അനുഗുണമാക്കി മാറ്റുക. അപ്പൊ ഞാൻ കുറെ ദിക്റും കാര്യങ്ങളൊക്കെ ഉദാഹരണത്തിന് പറഞ്ഞു. അപ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക വിധത്തിൽ നമ്മൾ പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണമെന്നും കൂട്ടത്തിൽ പറഞ്ഞു. ഇനി 4ാമതായിട്ട് പറയുമ്പോ ഞാനിവിടെ പറയേണ്ടുന്ന കാര്യങ്ങൾ ശരിക്ക് ഇനി തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളാണ്. പാരന്റ് എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ, രക്ഷിതാവ് എന്ന അർത്ഥത്തിൽ. പി എന്ന അക്ഷരം സൂചിപ്പിക്കുന്നത് പേഷ്യൻസ്,
ക്ഷമ. നല്ല ഒരു രക്ഷകർത്തൃത്വത്തിന് ഒന്നാമതായി രക്ഷിതാക്കൾക്കുണ്ടായിരിക്കേണ്ട ഗുണം നല്ല ക്ഷമ വേണം. രണ്ടാമതായിട്ടുണ്ടാവേണ്ടത് പാരന്റ്, PARENT, ഇതാണ് പാരന്റ്. ഈ അക്ഷരത്തിൽ ഒന്നാമത്തെ അക്ഷരം സൂചിപ്പിക്കുന്നത് പേഷ്യൻസ്, രണ്ടാമത്തെ അക്ഷരം അഫെക്ഷൻ, സ്നേഹം, മൂന്നാമത്തത് റൂൾ. വീട്ടിൽ ചില നിയമങ്ങളും അച്ചടക്കങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ടായിരിക്കണം. എപ്പോഴാ ഉറങ്ങേണ്ടത്, എപ്പോഴാ കളിക്കേണ്ടത്, എപ്പോഴാ ഭക്ഷണം കഴിക്കേണ്ടത് ഒക്കെ ഒരു ചിട്ടുണ്ടാവണം. ഒന്നോട് പറയാൻ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നാലാമത്തെ അക്ഷരം എംപതി, ഒപ്പം എൻകറേജ്മെന്റ്, പ്രോത്സാഹനം. മക്കൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം പ്രോത്സാഹനം. അടുത്ത അക്ഷരം നോബിൾ, വളരെ മഹത്തരമായ വിധത്തിൽ രാജകീയമായ പെരുമാറ്റം. അഞ്ചാമത്തത് ടാലന്റ്, രക്ഷിതാക്കളുടെ പ്രത്യേകമായ നൈപുണ്യം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഞാനിന്ന് പറയേണ്ടത്. 4 മണി ആകുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തീരുക. ഇതിലേതാണ് ആദ്യം കഴിയുന്നത് അതനുസരിച്ച് ഞാൻ നിർത്തും. 4 മണിക്ക് ഇനി ഒരുപാട് സമയമുണ്ട്, ഏതാണ്ട് 9 മിനിറ്റ് ഉണ്ട്. പേഷ്യൻസ് എന്ന് പറഞ്ഞല്ലോ, ഞാൻ അത് അങ്ങനെ പറയും നിങ്ങൾ ഓർമ്മയിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ക്ഷമ വേണം. എന്തിനാ ഈ ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ മക്കളെ വളർത്താൻ തീരെ വിശദീകരിച്ചു തരണ്ടല്ലോ. പ്രത്യേകിച്ച് കുട്ടിക്ക് 3 വയസ്സ് 4 വയസ്സാണെങ്കിൽ ഞങ്ങളെ നാട്ടിലൊക്കെ പറയാറുണ്ട് 3-ാം വയസ്സിൽ മൂച്ചിപ്പിരാന്തും 4-ാം വയസ്സിൽ നട്ടപ്പിരാന്തും എന്നൊക്കെ. എന്ന് വെച്ചാല് കുട്ടികൾ അവിടെ ചാടി ഇവിടെ ചാടി അത് വലിച്ച് ഇത് വലിച്ച് ആകെ ബഹളം വെച്ച് തിരക്കിട്ട് നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ കുറുമ്പ് കാട്ടി കരഞ്ഞുകൊണ്ടിരിക്കും. അതിഥികൾ വന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരിച്ച് വെള്ളം വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനിടയിൽ എന്നെ എടുക്കണോ, എനിക്ക് അമ്മിഞ്ഞ വേണോ എന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തൊട്ടിയിൽ കിടക്കുന്ന കുട്ടി ആ നേരം നോക്കിക്കൊണ്ടിരും. എന്നിട്ട് പേന്ന് പറയും. നമ്മളവിടെ ചെന്നിട്ട് താത്തി അമ്മക്ക് ഭയങ്കര ശല്യമാണ് ഈ കാര്യം. കൊളത്തൂർ മൗലവി നിങ്ങളെ ഈ നാട്ടിൽ പ്രസിദ്ധനാണെന്ന് എനിക്കറിയില്ല. കൊളത്തൂർ ടി മുഹമ്മദ് മൗലവി വലിയ പ്രഭാഷകനൊക്കെയാണ്. മർക്കസിലെ ഒരു പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നെനിക്ക് വീട്ടിൽ പോകാൻ ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എന്റെ പേരക്കിടാങ്ങളൊക്കെ വിരുന്ന് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് ഭയങ്കര ഭയങ്കര ചിരിയിരിക്കുന്ന ആളാണ്. എന്നിട്ട് പറഞ്ഞു മക്കളെ കാര്യത്തില് പേരക്കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് 2 സന്തോഷമുള്ളതാണ്. എന്തൊക്കെയാന്ന് വെച്ചു, ഒന്ന് അവർ വരുമ്പോ ശരി, രണ്ടോ അവര് പോകുമ്പോഴും ഭയങ്കര സന്തോഷം. അതെന്താ അങ്ങനെ വരണം വെച്ചു. ഒന്നുമില്ല, കുറെ കാലം കാണാതായ അവനാന്റെ ചോരല്ലേ, കാണാനൊരു പൂജയൊക്കെ ഉണ്ടാകും. അപ്പൊ വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. പിന്നെ വന്ന ഒരു സ്വൈര്യം ഉണ്ടാവൂല. അവിടെ ചാടി ഇവിടെ ചാടി കണ്ണടന്റെ കാല് പൊട്ടിച്ച് ചെപ്പിന്റെ വള്ളി വേറെടുത്ത് പേന വെച്ചത് കാണൂല, പേപ്പർ വെച്ചത് കാണൂല. ഇടങ്ങാറായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് 2-ാം ദിവസം 3-ാം ദിവസം അവര് വന്നിട്ട് ചോദിക്കും, പപ്പ പോട്ടെ. നമ്മൾ വേഗം പറയും, പപ്പാന്റെ കുട്ടികൾ പോയിക്കോളി. മക്കളുടെ ശല്യം തന്നെയാണ് ആ അർത്ഥത്തിൽ. അപ്പൊ ചില ഉമ്മമാരൊക്കെ ഇവന്റെ ചാട്ടം കൊണ്ടും ഇവന്റെ കുസൃതി കൊണ്ടും സഹിക്കണില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നാ പിന്നെ നമ്മളെ മക്കൾ ഇങ്ങനെ ആയിക്കോട്ടെ. പെറ്റ കുട്ടി ഓരോരുത്തരും എങ്ങനെയാ, ഉമ്മറത്തൊരു ചാരകശാല, വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ഇരിക്കുന്ന ചാരകശാലല്ലേ, ഈസി ചെയർ എന്ന് പറഞ്ഞ് ആ ചാരകശാല കൊണ്ടുപോയിട്ട് അതിലങ്ങോട്ട് ഇരിച്ചാൽ അങ്ങനെ ഇരുന്നോളും. വടി മാതിരി മിണ്ടൂല്ല, പറയില്ല, കയ്യും കാലും അനക്കൂല്ല, ഹാച്ചിട്ടിരുന്നോളും. നല്ല അച്ചടക്കമുള്ള കുട്ടികളാ. വേണം, നമുക്ക് വേണം. അടിച്ചുവാരിയ മുറ്റത്ത് ചമ്മല് വാരിടാൻ എനിക്കൊരു കുഞ്ഞിക്കാറ് വേണം, അങ്ങനെയാ മലയാളികൾ പറഞ്ഞിരുന്നത്. അടിച്ചുവാരിയ മുറ്റത്ത് ചമ്മല് വാരിടാൻ എനിക്കൊരു കുഞ്ഞിനെ വേണം. കുഞ്ഞു കുസൃതിയൊക്കെ കാണിച്ചില്ലാന്നുണ്ടെങ്കിൽ എന്തിനാ കുട്ടിനെ പറ്റിയ നമ്മളെ മാതിരി ഭയങ്കര ഗൗരവത്തിൽ വീശിയും വീഴ്ചയും നടക്കാതെ കുട്ടിയോ, അവനെ കൊണ്ട് എന്തിനാ പറ്റുക? അവനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേർന്ന് അപ്പോഴല്ലേ നമുക്കൊരു രസമുള്ളൂ. അവന്റെ ആ കിളിക്കൊഞ്ചലുകളെ ആസ്വദിക്കാൻ നമ്മൾ പഠിക്കണം, നമ്മൾ ക്ഷമിക്കണം. ക്ഷമിക്കലെപ്പോഴാണ് അവൻ നമുക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കുസൃതിയൊക്കെ അവൻ കാണിച്ചു എന്ന് വരും. പക്ഷേ 10 വയസ്സ് പൂർത്തിയാവണ മുമ്പ് വടി അടി എന്ന പരിപാടിയെ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിശുദ്ധ ഇസ്ലാം നമ്മളോട് അവനെ അടിക്കാൻ പറഞ്ഞത് 10 വയസ്സിന് ശേഷമാണ്. ഗൗരവപ്പെട്ട കാര്യമാണല്ലോ നിസ്കാരം. ആ നിസ്കാരം ഉപേക്ഷിക്കുന്നതിന്റെ പേരിൽ പറഞ്ഞിട്ട് നിസ്കരിക്കാഞ്ഞാൽ പോലും അവൻ അടിക്കാൻ പറ്റില്ല. ഈ കുട്ടികളോടുള്ളതുകൊണ്ട് എനിക്ക് ഒരുപാട് പറയാൻ പറ്റുന്നില്ല. ഇതൊക്കെ അവിടെ കണക്ക് തീർക്കും വന്നിട്ട് ചില ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ. അല്ല, ഞമ്മക്കൊക്കെ ഒരു തോന്നലുണ്ടേ, എന്താ അറിയോ, എന്റെ കുട്ടിയല്ലേ ഞാൻ ഇഷ്ടംപോലെ കാട്ടുന്നു. എന്റെ കുട്ടി, നിന്റെ കുട്ടി, ഞാനൊക്കെ മലപ്പുറത്തുകാരനായി പോവാണ്, നിന്റെ കുട്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നിന്റെ കുട്ടി നീ എന്ന പോലെ ഒരു വേറിട്ട വ്യക്തിത്വമാണ്. റെസ്പെക്ട് ചൈൽഡ് ആസ് എ പേഴ്സൺ എന്നാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു കുഞ്ഞിനെ ആദരിച്ചോളണം. എന്റെ കുട്ടിയാണെന്ന് കരുതിയിട്ട് ഇഷ്ടംപോലെ അടിക്കാനും ഇഷ്ടംപോലെ ചീത്തരാനും പറ്റില്ല. അയാളൊരു വേറിട്ടൊരു വ്യക്തിയാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അയാളെ അനാവശ്യമായിട്ട് ആക്രമിക്കാൻ നിനക്കാരും അവകാശം തന്നിട്ടില്ല, നിന്റെ മോനാണെങ്കിൽ പോലും മോളാണെങ്കിൽ പോലും. നീതി ന്യായമൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമുക്ക് തോന്നിയ ദേഷ്യമെല്ലാം കൂടി പുയ്യാപ്പിള പറഞ്ഞ പോലെ ആയില്ലെങ്കിൽ, പുയ്യാപ്പിള എന്തെങ്കിലും നമ്മളോട് ദേഷ്യം പിടിച്ചാൽ അതിന്റെ ഒക്കെ വരവ് കിട്ടുന്നത് കുട്ടിയുടെ പുറത്തായാല് വലിയ ബുദ്ധിമുട്ടല്ലേ.
10 വയസ്സ് പൂർത്തിയായി 11ാമത്തതിലേക്ക് എത്തി. അതിനു മുമ്പ് 7 വയസ്സ് പൂർത്തിയായി 8ലേക്ക് എത്തിയ സമയത്ത് മോനെ നിസ്കരിക്കടാന്ന് പറഞ്ഞു. എത്ര പറഞ്ഞു? 3 കൊല്ലം പിന്നാലെ നടന്നു പറഞ്ഞു. എന്നിട്ട് 11ാമത്തെ വയസ്സിലെത്തി. അപ്പോഴും അവൻ നിസ്കരിക്കണില്ല. അപ്പൊ അടിക്കണം. കാരണം എന്താ? 3 കൊല്ലമായിട്ടും നിസ്കരിച്ചില്ലെങ്കിൽ, പറഞ്ഞിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ ഇനി അവന് പറഞ്ഞാൽ മനസ്സിലാവൂല. അന്ന് മനസ്സിലായി 3 കൊല്ലം ഇനി അവനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. അപ്പൊ വേറെ എന്തെങ്കിലും പരിപാടി വേണം. അപ്പോഴേ അടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. മോണ്ടിസോറി എന്ന് പറഞ്ഞ ഒരു പെമ്പറന്നോത്തിണ്ട്, നിങ്ങൾക്കറിയോ? മോണ്ടിസോറി സ്കൂളുമൊക്കെ കേട്ടിട്ടില്ലേ? ഇറ്റലിക്കാരിയായ ഒരു പെണ്ണാണ്. അവര് വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകളൊക്കെ അർപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലോ അവരുടെ ഒരു പോളിസി ഉണ്ട്, വടിയേ പാടില്ല, അടിയേ പാടില്ല എന്നൊക്കെ. അത് ശരിയല്ല. 10 വയസ്സൊക്കെ കഴിഞ്ഞ അടിയെക്കുറിച്ച് ആലോചിക്കൊക്കെ വേണം രക്ഷിതാക്കൾ. ഇപ്പൊ കുറെ സൈക്കോളജിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. തല്ലണരുത്, തലോടണേ, നോക്കരുത്, കാരുണ്യം കാണിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മക്കൾ കേട്ടോലിട്ടാ, മക്കളിങ്ങനെ ഉഴിഞ്ഞു കൊണ്ടെടുക്കണം. അതൊന്നല്ല, കുരുത്തക്കേട് കാണിച്ചാല് ശിക്ഷിക്കണം. 10 വയസ്സിന് ശേഷം മാത്രം. അതുവരെയൊക്കെ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നിസ്കരിക്കാതിരിക്കാൻ അവർക്ക് അള്ളാഹു സ്വാതന്ത്ര്യം കൊടുത്തു. പക്ഷെ അവരോട് പറയൽ നമുക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞോളണം, കൽപ്പിച്ചോളണം. അപ്പൊ അത് സ്നേഹത്തോടെ ആണെങ്കിലോ ഞാൻ പറയാം, അവരത് അനുസരിക്കുകയും ചെയ്യും. ഏതായാലും ഈ മോണ്ടിസോറി പറയുന്നത് 10 വയസ്സിന് ശേഷം അവർ പറഞ്ഞ വാക്കെന്താരോ? മൃഗങ്ങളെയാണ് അടിക്കേണ്ടത്, മനുഷ്യരെ മക്കളെ അടിക്കേണ്ടതില്ല എന്നാണ്. വളരെ ശരിയാണ് ആ പറയുന്നത്. ചിലപ്പോൾ മനുഷ്യന്റെ മക്കൾ പോത്തുകളുടെ സ്വഭാവം കാണിക്കും, അപ്പൊ അവരെ അടിക്കാം. അങ്ങനെ എടുക്കണം. മനുഷ്യന്റെ സ്വഭാവത്തിൽ നിൽക്കുമ്പോ പറഞ്ഞാൽ കേൾക്കും. മനുഷ്യന്റെ സ്വഭാവം ഇല്ലെങ്കിൽ മൃഗങ്ങളെ മാതിരി കാട്ടും. അപ്പം മൃഗങ്ങൾക്ക് കൊടുക്കേണ്ട അടിമൽക്കും കൊടുക്കണം. അത് 10 വയസ്സിന് ശേഷം. കാര്യം തിരിയുന്ന കാലമായിട്ടും പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ അവനെ അടിച്ചോളണം എന്നുള്ളത് തന്നെയാണ്. എങ്ങനെയാ മക്കളെ വളർത്തേണ്ടത്? നല്ല ക്ഷമയോടെ എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വഴിയോരത്ത് ഖബറിന്റെ അടുത്തൊരു ഉമ്മ കരയുന്നു. നെഞ്ചത്തടിച്ചിങ്ങനെ കരയാണ്. എന്റെ മോനെ, 3ാമത്തെ ദിവസമായല്ലോ, നിന്റെ കണ്ണൊക്കെ കൊഴിഞ്ഞടാ മോനെ, നിന്റെ കവളൊക്കെ പുഴുക്കൾ തിന്നോ? ഞാൻ എത്രയോ ഉമ്മ തന്ന നിന്റെ മുഖം ഇപ്പൊ എന്തായിരിക്കണു എന്നൊക്കെ ചോദിച്ച് ഉമ്മ ഇങ്ങനെ ഭാവനയിൽ വല്ലാതെ കരഞ്ഞുകൊണ്ട് ഉറക്കെ പറയാം. അത് കണ്ടുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. സങ്കടമൊക്കെ ഉണ്ടാവും മക്കളും മരിച്ച, പക്ഷെ അങ്ങനെ നെഞ്ചത്തടിച്ചിട്ട് കരയാ, അത് ഇസ്ലാമിൽ ശരിയല്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയൊന്നും കരയാൻ പാടില്ല, ഇതൊക്കെ ഒരു ജാഹിലിയത്തിന്റെ കരച്ചിലാണ്. കരച്ചിലൊക്കെ ആവാം, മക്കൾ മരിച്ചിട്ട് കരണ തെറ്റൊന്നുമല്ല, ഉമ്മ മരിച്ചാൽ കരണ തെറ്റല്ല, പക്ഷെ നെഞ്ചത്തടിച്ച് കരയാ അത് ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കുഞ്ഞ് ഇബ്രാഹിം മരിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണുനീര് കുടുകുടാ ഒഴുകിയിരുന്നു. എന്റെ കൽബ് പിടക്കുന്നു മോനെ, എന്റെ കണ്ണ് നിറയുന്നു മോനെ, എന്നാലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ ചെയ്യൂല എന്നും പറഞ്ഞുകൊണ്ട് റസൂൽ അന്ന് കരഞ്ഞത്. റസൂലെ, നിങ്ങൾ ഇങ്ങനെ കരയുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ അത് കാരുണ്യത്തിന്റെ കണ്ണീര് എന്ന് മറുപടി പറഞ്ഞു. ചില ആൾക്കാർ മരിച്ചാൽ കരയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. അങ്ങനെയൊന്നുമില്ല, മരിച്ചാൽ കരയൊക്കെ ചെയ്യാം, സങ്കടം ഉണ്ടായ കാര്യമൊക്കെ ചെയ്യാം. നെഞ്ചത്തടിച്ചൊന്നും കരയരുത്, അലമുറയിട്ട് ഒച്ച ഉണ്ടാക്കരുത്. സങ്കടത്തിന്റെ പേരിലുള്ള കരച്ചിലൊക്കെ ആകാവുന്നതാണ്. ആ കണ്ണുനീരിനൊരു പരിശുദ്ധിയുണ്ട്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയോട് പറഞ്ഞു, ഇങ്ങനെ കരയരുതെന്ന്. അപ്പോ പറഞ്ഞയാൾ ആരാണെന്ന് തിരിച്ചറിയാതെ ഈ ഉമ്മ പറഞ്ഞു, നിങ്ങൾക്കത് പറഞ്ഞാൽ മതി, പോയത് എന്റെ കുട്ടിയാണല്ലോ എന്ന്. റസൂലുള്ളാഹി അങ്ങോട്ട് നടന്നു പോയപ്പോ പിന്നാലെ വന്ന അസ്ഹാബ് പറഞ്ഞു, നിങ്ങൾ ആരോടായി വെച്ച് സംസാരിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനാണത്. ഞാനത് അറിഞ്ഞില്ലല്ലോ. റസൂലുള്ളാഹിന്റെ പിന്നാലെ ഓടിപ്പോയിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങനോട് കൊടുക്കണം, അങ്ങാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ എന്ന്. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞ മറുപടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അസ്സബ്റു ഇൻദ സദ്മത്തിൽ ഊല, ക്ഷമ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിലാണ്. കുട്ടികളെങ്ങനെ കുരുത്തക്കേട് കാണിച്ചിട്ട് നമ്മളിങ്ങനെ എരിപിരി കൊള്ളണേ, അപ്പോഴാ ക്ഷമ വേണ്ടത്. അടിക്കാളൊക്കെ അടിച്ചതിന് ശേഷം സാരല്ലടാ മോനെ എന്ന് പറയുന്ന പരിപാടി പറഞ്ഞു. കുട്ടി തെറ്റ് ചെയ്തിട്ട് അടി കിട്ടേണ്ടതാണെന്ന് ബോധ്യപ്പെട്ട് 10 വയസ്സുള്ള അല്ലെങ്കിൽ 10ന് ശേഷമുള്ള ഒരു കുഞ്ഞിനെ നമ്മൾ അടിച്ചാൽ ആ അടിച്ചതിന്റെ പേരിൽ പിന്നെ അവനെ വിളിച്ചെത്തിയിട്ട് ഞാനിപ്പോ ദേഷ്യം പിടിച്ചപ്പോ അടിച്ചതാട്ടാ, സാരല്ല പോനെ, പറയാൻ പാടില്ല. അടി കൊടുത്തു കഴിഞ്ഞാൽ അത് കാര്യത്തിനും ന്യായത്തിനും ഒന്ന് ബോധ്യമുണ്ടെങ്കിൽ, അത് ആവശ്യത്തിനും അളവിനെ ആയിട്ടുള്ളൂ എന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ അവനെ സോപ്പിടാൻ പോകേണ്ട ആവശ്യമില്ല. ശിക്ഷ തന്നെയാണ്. അവനെ സ്നേഹിക്കണം പിന്നെയും, അവനെ താലോലിക്കണം പിന്നെയും. പക്ഷെ ഇതിന്റെ പേരിലാകരുത്. ഇത് കൊടുത്തത് അത് കിട്ടേണ്ടതാണ്. അത് തിരുത്തിയിട്ടുണ്ടെങ്കിൽ ആ ശിക്ഷന്റെ ഫലം ഇല്ലാതായി പോകുന്നതാണ്. അപ്പൊ ശിക്ഷിക്കേണ്ടടുത്തത് അങ്ങനെ ശിക്ഷിക്കണം. അതേ സമയത്തോ അതിനേക്കാളൊക്കെ നല്ല മാർഗം, നമ്മൾ ഈ ക്ഷമയുടെ കാര്യം ഞാനൊരു സംഭവം ഓർത്തു പോകാം. ഒരു വാപ്പ മോനെ വീട്ടിന്റെ അകത്തുനിന്ന് വിളിച്ചിട്ട് മോനെന്ന് വിളിച്ചു, മോൻ വിളി കേൾക്കണില്ല. 4 മണിയായി. അപ്പൊ ഈ സംഭവം പറഞ്ഞ് നിർത്തുട്ടോ. മോനെ എന്ന് വിളിച്ചു, പക്ഷെ മകൻ വിളി കേൾക്കണില്ല. മകൻ വിളി കേൾക്കാതായപ്പോ 3-4 പ്രാവശ്യം വിളിച്ചപ്പോ അടുക്കളയിൽ നിന്ന് ഉമ്മ, അല്ല മോനിവിടെ ഉണ്ടായിരുന്നല്ലോ. ഇതൊരു നടന്ന സംഭവമാണ്. മാതാപിതാക്കൾക്ക് ക്ഷമ ഉണ്ടാവേണ്ടതിന്റെ ഒരു ആവശ്യകത സൂചിപ്പിക്കാൻ വേണ്ടി പറയാം. മോനിവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഉമ്മ പറഞ്ഞു. അതെ, ഇവിടെ ഉണ്ടായിരുന്നു.
പക്ഷെ അവൻ വിളി കേൾക്കണില്ലല്ലോ. ഇവർക്ക് പേടിയായി. കാരണം ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന നാടോടികളായ ആളുകൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്നു എന്നൊക്കെയുള്ള ഖ്യാതി പരന്ന ഒരു സമയത്ത് രക്ഷിതാക്കൾക്കൊക്കെ മക്കളെ മുറ്റത്തേക്ക് ഇറക്കാൻ പോലും പേടിയുള്ള ഒരു കാലത്താണ്. അവനെ കാണാനില്ലാതെ 5 വയസ്സോ 6 വയസ്സോ പ്രായമുള്ള കുട്ടിയാണ്. ഇവനെ കാണണില്ലല്ലോ എന്നായപ്പോ ഇവർക്ക് പേടിയായി. ഇവർ മുറ്റത്തൊക്കെ ഇറങ്ങി വിളിക്കാൻ തുടങ്ങി. ഉമ്മയും ഉപ്പയും കൂടെ വിളിക്കുന്നത് കേട്ട് ഇക്കാക്കയും ഇത്താത്തയും കൂടി മോനെ മോനെ എന്ന് വിളിച്ചു. അയൽവാസികളൊക്കെ അറിഞ്ഞു. അവരും ഇറങ്ങി വന്നു. എന്താ കുട്ടിയെ കാണാനില്ലേ? ഒരു വിഷയമായി മാറിയത് അവിടെ. എവിടെ നോക്കിയിട്ട് കുട്ടിയെ കാണാനില്ല. ഇവരെ വീട് പാടവക്കത്താണ്. കുറെ ആൾക്കാർ പാടത്തേക്ക് പോയി. അവിടെ കുളമുണ്ട്. കുളത്തിലെങ്ങാനും വീണോന്ന് അറിയാൻ വേണ്ടിയിട്ട് വേറെ ചില ആളുകൾക്ക് അങ്ങാടിയിലേക്ക് ഓടിപ്പോയി. വല്ല നാടോടികളും സഞ്ചരിച്ച് കൊണ്ടുപോകുന്നുണ്ടോ, മയക്കുമരുന്ന് കൊടുത്ത് കൊണ്ടുപോകാം, മയക്കുമിഠായി കൊടുത്ത് കൊണ്ടുപോകാന്നൊക്കെ അന്ന് പ്രചരിച്ചിരുന്നു. അങ്ങനെ എല്ലായിടത്തും ജഗപുക. ചില ആളുകൾ പറഞ്ഞു നമ്മൾ പോലീസിൽ റിപ്പോർട്ട് ചെയ്താലോ. നിരാശനായി പിതാവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അവരുടെ വടക്കേ മുറ്റം എന്ന് പറയുന്ന മുറ്റത്തേക്ക് ഗേറ്റിന്റെ വിടവിലൂടെ കണ്ണൊന്നു പോയി. അപ്പൊ നോക്കുമ്പോ നമ്മുടെ സാഹിബ് അവിടെ ഇരുന്ന് സുഖമായിട്ട് കളിക്കുന്നുണ്ട്. മണ്ണില് ചിരട്ടക്കയറ്റ് അപ്പം ചുട്ട് കളിക്കണ, മണ്ണപ്പം ചുട്ട് കളിക്കണ പോലെ എന്തൊക്കെയോ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിതാവിന് മകനെ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് സന്തോഷം ഉണ്ടായെങ്കിലും അതിലേറെ ദേഷ്യമാണ് വന്നത്. എന്താ ദേഷ്യം വരാൻ കാരണം? ഇത്രയും ആളുകൾ അലമുറയിട്ട് വിളിച്ചിട്ട് അവൻ വരാതെ, അവൻ കൂസലില്ലാതെ കളിക്കണു. ഇത്ര ധിക്കാരാവാൻ പാടുണ്ടോ? നല്ല സ്നേഹമുള്ള വാപ്പയാണ്. പാപ്പ എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ജീവനാണ്. ഒരിക്കൽ പോലും പാപ്പ കുഞ്ഞിനെ തച്ചിട്ട് പോലുമില്ല. അത്രയും കളിപ്പിച്ച് വളർത്തുന്ന ഒരു കുട്ടിയായിട്ടും ഈ സമയത്ത് ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റാതെ പാപ്പ നേരെ അങ്ങോട്ട് ചെന്നിട്ട് അവന്റെ കൈയും പിടിച്ച് പൊന്തിച്ചിട്ട് കുട്ടിയെ അങ്ങോട്ട് അടിക്കാൻ പോകണ സമയത്ത് പാപ്പ അവിടുന്ന് വരുന്നത് കണ്ടപ്പോ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായത്. കുട്ടി എന്താ വാപ്പാനോട് പറഞ്ഞെന്നറിയോ? പാപ്പ പിന്നീട് പറയാ, കുട്ടി വാപ്പാനോട് പറഞ്ഞത്, വാപ്പ നോക്കാണി ഞാൻ ചുട്ടുണ്ടാക്കിയത് അപ്പം നല്ല രസല്ലേ എന്ന് പറഞ്ഞിട്ട് വാപ്പാനെ കളിയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുമ്പോ വാപ്പ കൊതിച്ചു ചെന്ന് കുട്ടിന്റെ കയ്യും പിടിച്ച് പൊക്കിയിട്ട് ഒറ്റടി. എന്തിനാ വാപ്പ നിങ്ങൾ എന്നെ തല്ലണമെന്ന് ചോദിച്ചു. നിനക്കറിയില്ലല്ലേ എന്തിനാ തല്ലണത്? എനിക്ക് മനസ്സിലായിട്ടില്ലേ? വാപ്പ പിന്നെയും അടിച്ചു. എന്തിനാ വാപ്പ? എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്തിനാ എന്നെ തല്ലണത്? കരഞ്ഞുകൊണ്ട് കുട്ടി ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചില്ലടാ, ഇക്കാക്ക എന്നെ വിളിച്ചില്ലേ, ഇക്കാക്ക വിളിച്ചില്ലേ, ഈ നാട്ടുകാർ മുഴുവൻ വിളിച്ചില്ലേ, എന്നിട്ടെന്താ നീ വിളി കേൾക്കാതിരുന്ന്? ഞാൻ കേട്ടിട്ടില്ല വാപ്പ, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ട നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വിളി കേൾക്കലില്ല, ഞാൻ സത്യമായിട്ട് കേട്ടിട്ടില്ല വാപ്പ എന്ന് കുട്ടി ഏങ്ങനെ അടിച്ചുകൊണ്ട് പറഞ്ഞു. അതിൽ വാപ്പാന്റെ ദേഷ്യം ഇരട്ടിച്ചു. നല്ല ദീനീബോധമുള്ള വാപ്പയാണ്. അത് ശരി, അപ്പൊ നീ എന്നോട് കളവ് പറയാനും തുടങ്ങിയല്ലേ എന്ന് പറഞ്ഞ് അടുത്തുണ്ടായിരുന്ന മരത്തിന്റെ കൊമ്പടിച്ചിട്ട് കുട്ടിയെ ഒരുങ്ങിയടിച്ചു. ഇനി നീ കളവ് പറയണോ എന്ന് ചോദിച്ച് പരിശുദ്ധമായ രീതിയിൽ മകനെ ഇത്രയും കാലം വളർത്തിക്കൊണ്ടുവന്നിട്ട് ഒരു ഘട്ടം വന്നപ്പോ അവൻ എന്റെ മുഖത്ത് നോക്കി കളവ് പറഞ്ഞല്ലോ എന്നത് ദീനീബോധമുള്ള വാപ്പാക്ക് വലിയ സങ്കടമായി. തുരുതുരാ അടിച്ചപ്പോ ആടി സഹിക്കാൻ പറ്റാതായപ്പോ 5 വയസ്സ് മാത്രമുള്ള ആ പൈതല് വാപ്പാനോട് പറഞ്ഞു, ഇനി ഞാൻ കളവ് പറയില്ല വാപ്പ, നിങ്ങൾ എന്നെ അടിക്കല്ലേ എന്ന് കെഞ്ചിക്കേണ് പറഞ്ഞു. അപ്പൊ മാത്രം വാപ്പ അടി നിർത്തി. ഒരുപാട് തല്ലി. വൈകുന്നേരമായിരുന്നു. രാത്രി സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ വാപ്പാന്റെ ദീനീബോധം ആളിക്കത്തി. വാപ്പ പറഞ്ഞു, കളവ് പറയുന്ന ആൾക്കാർക്കൊന്നും രാത്രി ഇവിടെ ഭക്ഷണമില്ല. എത്രയോ അടി കൊണ്ട് ആ പൈതല് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ഭക്ഷണം പോലും കിട്ടാതെ 5 വയസ്സുള്ള ഒരു കുട്ടിനെന്ന് മനസ്സിൽ കണ്ടോക്കണം. അത് അച്ചയ്ക്ക് പായില് പോയി കിടന്നു. നേരം വെളുത്ത് കുട്ടികളാണല്ലോ, അച്ഛനൊക്കെ ഉറങ്ങി എണീച്ചാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ അടിച്ചതും ഒക്കെ കേസൊക്കെ തീരും. മനസ്സൊക്കെ മാറിയിട്ട് ഉമ്മാച്ചിട്ട് പിന്നെയും വരും. ആ തച്ച കൈ പിടിച്ച് നമുക്കൊന്ന് ഒഴിഞ്ഞു തരും. വലിയ കൈ പിടിച്ചിട്ട് നമ്മളൊന്ന് ഒഴിഞ്ഞു തരും. അത്രയാണ് ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞത്. കുട്ടി രാവിലെ മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് ചായ കുടിക്കാൻ ഉമ്മാന്റെ അടുത്ത് അടുക്കളയിൽ വന്നിരുന്നു. ചെവിന്റെ ഉള്ളിൽ ഇങ്ങനെ കൈയിട്ട് ഇളക്കുന്നുണ്ട്. അപ്പൊ മോനോട് ചോദിച്ചു, എന്താ നീ ചെവിയിൽ ഇങ്ങനെ കൈയിന്ന്? എന്താണെന്നറിയില്ല ഉമ്മ, എന്റെ ചെവിന്റെ ഉള്ളിൽ നിന്നൊരു വെള്ളം വരുന്നു. മകനെ ഉമ്മ ശ്രദ്ധിച്ചപ്പോ കുപ്പായം തൊടാതെ വന്നിരിക്കുന്നത്. ദേഹത്ത് ബലങ്ങനെയും കുറുകനെയും ഉപ്പാന്റേക്ക് നിന്ന് കിട്ടിയ അടിയുടെ പാടുണ്ടായിരുന്നു. അത് കണ്ടപ്പോ ഒരു ഉമ്മയല്ലേ, ഉള്ളൊന്ന് പൊള്ളിപ്പോയി. ഓ, എന്റെ കുട്ടിക്ക് ഇന്നലെ ഒരുപാട് അടി കിട്ടി, അതിനെ പട്ടിണി കിട്ടുകയും ചെയ്തു. ഉമ്മാന്റെ കണ്ണെന്ന് അപ്പത്തന്നെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ മോനെ, ഉമ്മച്ചി നോക്കട്ടെ നിന്റെ ചെവിയിൽ എന്താ? നോക്കിയപ്പോ ചെവിയിൽ നിന്നൊരു വെള്ളം. ഉടനെ വാപ്പാനെ വിളിച്ചു, നിങ്ങളൊന്നും ഇവിടെ വരി, നമ്മുടെ മോന്റെ ചെവിന്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു വെള്ളം പോലെ വരുന്നുണ്ട്. വാപ്പ വന്നപ്പോഴും ദേഹത്തെ ഈ പാടുകൾ കണ്ടു. വാപ്പ കുറച്ചേരം ചുമല് പിടിച്ചിങ്ങനെ നിന്നു. ഒരു വിതുമ്പലിങ്ങനെ വന്നു. എന്റെ കുട്ടിയെ ഞാൻ ഇന്നലെ എത്ര അടിച്ചു എന്ന രീതിയിൽ. എന്നിട്ട് എന്താ മോനെ പറ്റിയത്? അപ്പൊ വലിയ സ്നേഹമൊക്കെ ഉണ്ട്. ആ ചെവിയിൽ നോക്കി, പിന്നെ ഈ ചെവിയിൽ നോക്കി, 2 ചെവിയിൽ നോക്കി ഇങ്ങനെ ഈ വെള്ളം മാതിരി വരുന്നുണ്ടല്ലോ. ഇനി മോനൊന്നും മദ്രസയിലൊന്നും പോകണ്ട, നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുക. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇവൻ അടിയന്തരമായി ഓപ്പറേഷൻ നടത്തണം. കോക്ലിയർ ഇംപ്ലാന്റ് എന്ന് പറയുന്ന 3-4 ലക്ഷം രൂപ ചെലവ് വരും അതിന് എന്നിങ്ങനെ ഡോക്ടർ അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ വാപ്പോ ഈ ഡോക്ടറോട് ചോദിച്ചു, അല്ല ഡോക്ടറെ, ഓപ്പറേഷനൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷെ എന്റെ കുട്ടിക്ക് ഇപ്പൊ എന്താ ഉള്ളത് അതൊന്ന് പറഞ്ഞു തരി, നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിച്ചു.
എന്താണ് എന്റെ കുട്ടിന്റെ കുഴപ്പം? നിങ്ങളുടെ കുട്ടിയുടെ കേൾവി ശക്തി 80% നഷ്ടപ്പെട്ടിരിക്കുന്നു. വളരെ അടുത്ത് ചെന്ന് പറഞ്ഞാലേ അവനക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞാൻ അത്ഭുതപ്പെടുകയാണ്, ഇത് നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ല എന്നുള്ളത് എന്ന് ഡോക്ടർ അയാളെ ശകാരിക്കുമ്പോൾ 3-4 ലക്ഷം രൂപന്റെ ചെലവിന്റെ കാര്യം പറയുമ്പോൾ പാപ്പാന്റെ മനസ്സിൽ അതൊന്നും കേറുന്നില്ല. പാപ്പാന്റെ മനസ്സിൽ മുഴുവൻ ഉണ്ടായിരുന്നത് 80% കേൾവി ശക്തി നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാനും എന്റെ പെണ്ണുങ്ങളും എന്റെ കുട്ടികളൊക്കെ വിളിച്ചിട്ട് എന്റെ മോനെ കേൾക്കാതിരുന്നത്. അവൻ എന്നോട് ഇന്നലെ കെഞ്ചി കേണ് പറഞ്ഞല്ലോ, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു വാപ്പ, നിങ്ങൾ എന്നെ അടിക്കല്ലേ വാപ്പ. അപ്പോഴും ഞാനത് മനസ്സിലാക്കാതെ അവൻ അടിച്ചല്ലോ. ഈ കുഞ്ഞിനെങ്ങനെ ആലോചിച്ചപ്പോൾ വാപ്പാക്ക് വല്ലാത്തൊരു സങ്കടം. വാപ്പ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേറ്റിട്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് പോയിട്ട് കുഞ്ഞിനെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇപ്പച്ചിക്ക് മോന് പൊരുത്തപ്പെട്ടിരുന്നിട്ടാ, ഇപ്പച്ചിക്ക് അറിയില്ലായിരുന്നു, കുട്ടിക്ക് ചെവി കേൾക്കാത്തൊന്നും ഇപ്പച്ചിക്ക് അറിയില്ലായിരുന്നു, അറിയാതെ അടിച്ചു പോയതാണ് എന്ന് അപ്പൊ കരഞ്ഞിട്ട് പാപ്പ പറഞ്ഞു. ആ പൈതൽ എത്ര കേണി പറഞ്ഞിരുന്നു, ഇങ്ങനെ കേക്കേറ്റാണ് വാപ്പ, നിങ്ങൾ വിളിച്ചാൽ ഞാൻ കേൾക്കലുണ്ടല്ലോ, നിങ്ങൾ എന്നെ അടിക്കല്ലേ വാപ്പ, എത്ര പറഞ്ഞിരുന്നു. പക്ഷെ ആ നേരത്തെ ക്ഷമ കിട്ടിയില്ല വാപ്പാക്ക്. ദീനാണെന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട് അയാൾ ഒരു തെറ്റ് ചെയ്തു. അസ്വബറു എന്റെ സ്വതമത്തില്ലൂല, ക്ഷമ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിലാണ്. അത് സ്പോട്ടിലുണ്ടാവണം. ഒരു വാപ്പയുടെ ഒന്നാമത്തെ, ഒരു ഉമ്മയുടെ ഒന്നാമത്തെ യോഗ്യത പേഷ്യൻസ്, ക്ഷമ ഉണ്ടാവലാണ്. ബാക്കിയുള്ള അക്ഷരങ്ങളും കൂടി നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് പറയാൻ നല്ല താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ എങ്ങനെയായാലും എനിക്ക് 3.5 മണിക്കൂർ ഓടിയാലേ മഗ്‌രിബിന് ശേഷമുള്ള പരിപാടിക്ക് എത്താൻ പറ്റുള്ളൂ. നമ്മളിവിടെ തുടങ്ങാനും ലേശം വൈകി. ഇൻഷാ അല്ലാഹ് മറ്റൊരു സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്കിതിന്റെ ബാക്കി പറയാൻ അള്ളാഹു ഖൈറാണെങ്കിൽ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാവട്ടെ. നല്ല മക്കളെ വളർത്താൻ ആവശ്യമായ എല്ലാ യോഗ്യതയുമുള്ള മാതാപിതാക്കളാക്കി അള്ളാഹു നമ്മെ വാഴ്ത്തുമാറാവട്ടെ. ദുനിയാവും ആഖിറവും എമ്പാടും കൊയ്തെടുക്കുന്ന നല്ല മനുഷ്യരാക്കി നമ്മളെ മാറ്റുമാറാവട്ടെ. ഞാൻ നിങ്ങളോട് സാഹചര്യം എന്നൊരു വാക്ക് ഉപയോഗിച്ചിരുന്നു. നല്ല സാഹചര്യത്തിൽ മക്കളെ വളർത്താൻ ചെറുപ്പത്തിൽ നമുക്ക് പറ്റുമായിരിക്കും. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ സാഹചര്യം, നമ്മൾ വരച്ചു കൊടുത്ത സാഹചര്യത്തിൽ അവർ കിട്ടല് പ്രയാസമാണ്. പിന്നെ അതിനുള്ളൊരു കൂട്ടായ്മയും സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കൃത്രിമമായിട്ട് നമുക്ക് സാധിച്ചാൽ അത് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. അതാണ് വാഫി വഫിയ. പെൺകുട്ടികൾക്ക് വഫിയ, ആൺകുട്ടികൾക്ക് വാഫി. ഇവിടെ ഒരുപാട് വാഫികളായ ആളുകൾ ഇരിക്കുന്നു, കഴിഞ്ഞവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ. അവരോടൊക്കെ ചോദിച്ചു നോക്ക്. ഞങ്ങളൊക്കെ ക്യാമ്പസുകളിൽ കാണാം, +1 പഠിക്കുന്ന, +2 പഠിക്കുന്ന കുട്ടികൾ നാശ്ത കഴിച്ച് 9:30 മണിക്ക് തിരിച്ചു വരുമ്പോൾ ആരും പറയാതെ പള്ളിയിലേക്ക് പോയി ളുഹാ നിസ്കരിക്കുന്നത്. 11ാം ക്ലാസ്സിലെ, +1-ലെ, +2-ലെ കുട്ടി ആരും പറയാതെ ഫർള് നിസ്കരിക്കാൻ തന്നെ മടി കാണിക്കുന്ന ഈ കാലത്ത് സ്വമേധയാ ളുഹാ നിസ്കരിക്കുന്നത് എങ്ങനെയാണ് അവർ സുബഹിന്റെ മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കാൻ വരുന്നത്? ഞങ്ങളതിന് പറയുന്ന ഉത്തരം അത് വാഫി കോഴ്സിന്റെ, വഫിയ കോഴ്സിന്റെ ഒരു പ്രത്യേകതയാണ്. അതിന് പറ്റിയൊരു സാഹചര്യത്തിൽ വന്നപ്പോൾ അവരുടെ ഇക്കാക്കമാരായ മുതിർന്ന കുട്ടികളൊക്കെ അത് ചെയ്യുന്നത് കാണുമ്പോൾ, ഇത്താത്തമാരായ മുതിർന്ന കുട്ടികൾ അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അതിനോടൊരു താല്പര്യം തോന്നി. ആ കൂട്ടത്തിൽ കൂടി അവനും അങ്ങനെയൊക്കെ ആയി മാറുകയാണ്. വെറുതെ നന്നായി കിട്ടുക മക്കള്. എന്തൊരു കൗതുകാണത്! വെറുതെ നന്നായി കിട്ടുക. എന്നാൽ അതോടൊപ്പം അവർക്ക് ഉന്നതമായ വിധത്തിൽ വിദ്യാഭ്യാസം കിട്ടുക, മതപരമായ വിദ്യാഭ്യാസം കിട്ടുക, ഭൗതികമായ വിദ്യാഭ്യാസം കിട്ടുക. എത്ര പ്രഗത്ഭരായ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. എത്ര ആളുകൾ ഡോക്ടറേറ്റ് നേടിയിറങ്ങി. വാഫി തുടങ്ങിയിട്ട് ആകെ 10-16 കൊല്ലേ ആയിട്ടുള്ളൂ. അതിനിടക്ക് 10 ചില്ലാനം വാഫികൾ ഡോക്ടറേറ്റ് നേടി വന്നു പറഞ്ഞാൽ അത് വിദേശത്തുനിന്ന്, കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയെന്ന് പറഞ്ഞാൽ അത് ഈ വിദ്യാഭ്യാസം മക്കൾക്ക് അറിവും കൊടുക്കുന്നുണ്ട്, അച്ചടക്കവും കൊടുക്കുന്നുണ്ട്, ദുനിയാവും കൊടുക്കുന്നുണ്ട്, ആഖിറവും കൊടുക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ്. അത് ഇവിടെ പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഇവരൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുമായിരിക്കും. അത് മനസ്സിലാക്കി നമ്മുടെ മക്കളുടെ ആഖിറം, നമ്മുടെ ആഖിറം നാളെ മരിച്ചുപോയ എന്റെ ഉമ്മ എന്ന് വിചാരിച്ച് കബറിൽ വന്ന് കണ്ണീരൊലിപ്പിച്ച് ഒന്ന് ദുആ ചെയ്യാൻ, നമ്മുടെ മോനൊന്ന് തോന്നിക്കിട്ടാൻ, നാളെ പാരത്രിക ലോകത്ത് അക്കരെ കടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് ആളുകൾ വേവലാതി കൊള്ളുമ്പോൾ അള്ളാഹു ചിലർക്ക് അവസരം കൊടുക്കുന്നുണ്ട്. പരിശുദ്ധ റസൂല് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നല്ല ആരാധന ചെയ്ത, ഇബാദത്ത് ചെയ്ത ആബിദീങ്ങളായ ആളുകൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കയറാൻ പോകുമ്പോ മലക്കുകൾ പറയത്രേ, ഉദ്ഖുലുൽ ജന്ന വതനഅം ബിഇബാദതിക, നിങ്ങളൊക്കെ സ്വർഗത്തിൽ കയറിക്കോ, ഒരുപാട് ഇബാദത്ത് ചെയ്തല്ലേ, അള്ളാഹു അതിന് കൂലി തരട്ടെ, നിങ്ങൾ കയറിക്കോളൂ എന്ന് പറയും. ആലിമ് കയറാൻ പറയുമ്പോ മലക്കുകൾ പറയത്രേ, നിങ്ങൾ കയറല്ലേ, ഒക്കെ സൂനാദ്, അവിടെ നിൽക്ക്, നിങ്ങൾ കയറല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ ആൾക്കാർ ഇവിടെ വേറെ സ്വർഗത്തിൽ കയറാൻ പറ്റാതെ നരകത്തേക്ക് പോവേണ്ടി വരച്ചിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നിങ്ങളൊന്ന് ശുപാർശ പറയേ. നിങ്ങളൊന്ന് ശുപാർശ പറഞ്ഞ അള്ളാഹു അത് കേൾക്കും. നമ്മുടെ മക്കളെ കൂട്ടത്തിൽ ഒരാൾ ആലിമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ആയി പോകില്ലല്ലോ. അവർ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ മലക്ക് പിടിച്ചു വെച്ചിട്ട്, എടാ അവിടെ നിൽക്കണം, നിന്റെ വേണ്ടപ്പെട്ട ഒരാള്
അള്ളാഹു ഒരാളുടെയും ശുപാർശയില്ലാതെ തന്നെ സ്വർഗത്തിലേക്ക് കയറത്തക്ക വിധത്തിലുള്ള ഗുണത്തിലേക്ക് നമ്മെ എത്തിക്കുമാറാവട്ടെ. മറ്റുള്ളവർക്ക് ശുപാർശ പറഞ്ഞ് അവരെ കൂടി സ്വർഗത്തിലെത്തിക്കാനുള്ള പവിത്രത തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷെ ഇങ്ങനെ ഒരാളെ നമ്മൾ കരുതി വെക്കുന്നത് നല്ലതല്ലേ? നിങ്ങളും പോരി എന്റെ കൂടെ എന്ന് പറയാൻ സ്നേഹമുള്ള ഒരു കരം നാളെ പാരത്രിക ലോകത്തും ഇന്ന് ദുനിയാവിലും വൃദ്ധസദനങ്ങൾ പെരുത്തുകൊണ്ടിരിക്കുന്ന കാലത്ത് മാതാവിന്റെ കാലിന്റെ ചോട്ടിൽ സ്വർഗം തപ്പി നടക്കുന്ന ഒരു പൊന്നോമനെ നമുക്കുണ്ടാവാൻ ഉചിതമായ മാർഗത്തിന്റെ പേരാണ് വഫിയ എന്ന് പറയുന്നത്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വളരെ ശ്രദ്ധാപൂർവം ഇതിനെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നേർന്നുകൊണ്ട് അല്ലാഹു ഇഹത്തിലും പരത്തിലും നമ്മെ വിജയിപ്പിക്കുമാറാവട്ടെ. അപകടങ്ങളിൽ നിന്ന് കാക്കുമാറാവട്ടെ. അസുഖങ്ങളിൽ നിന്ന് മോചനം നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.